നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിത ശ്രീഷ രവീന്ദ്രൻ. ആളിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നാട്ടിൽ നിന്നാണ്. ആള് ബാംഗ്ലൂരാണുള്ളത്. ഓൺലൈനായിട്ടാണ് കേട്ടോ എവറസ്റ്റ് കീഴടക്കിയ എല്ലാ കാര്യങ്ങളും ശ്രീഷ നമ്മോട് പറയാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. പർവ്വത ആരോഹകയാണ്, നർത്തകിയാണ്, ഒരു കമ്പനിയിലെ ടാക്സ് മാനേജർ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോ വെൽക്കം ചെയ്യുന്നു ശ്രീഷ രവീന്ദ്രൻ. ശ്രീഷ എവറസ്റ്റ് ഒക്കെ കീഴടക്കിയിട്ട് വന്നിരിക്കുകയാണ്. എന്നായിരുന്നു നമ്മൾ എവറസ്റ്റ് കീഴടക്കിയ ആ ദിവസം? കേരളത്തിന്റെ സ്വന്തം എവറസ്റ്റ് ലേഡിയാണ്. എങ്ങനെയാണ് ഈ ഒരു മലകയറ്റത്തിലേക്ക് എത്തുന്നത്? May 20th, 2025 അറൌണ്ട് 10 AM സബ്മിറ്റ് ചെയ്തത്. വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛന്റെ വഴി ഒരു ഹിമാലയസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അച്ഛനാണ് ആദ്യം കൊണ്ടുപോയി, ചെറിയ ട്രെക്സും കാര്യങ്ങളും. കാരണം അച്ഛൻ അതൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ അച്ഛന്റെ കൂടെ പോയി ട്രെക്കിംഗ് അച്ഛന്റെ കൂടെ ചെയ്ത്. പിന്നെ അത് ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് മൗണ്ടനിയറിംഗ് ആയിട്ട് എടുത്തു. അച്ഛൻ മൗണ്ടനിയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം. ജസ്റ്റ് ട്രെക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മൗണ്ടനിയറിംഗിലേക്ക് വരുന്നത് ശ്രീഷ അല്ലെ? ഇപ്പോ ശ്രീഷ ഇപ്പൊ അങ്ങനെ മെയില് എവറസ്റ്റ് കീഴടക്കി എന്ന് തന്നെ പറയാം നമുക്ക് അല്ലെ? ആ ഒരു എക്സ്പീരിയൻസ് അതാണ് ശരിക്കും നമുക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളത്. കാരണം അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു യാത്രയല്ലല്ലോ. അപ്പൊ വളരെ പാടുപെട്ടിട്ട് ഞാൻ ഇത് വായിച്ചപ്പോ തന്നെ മനസ്സിലായി മരണത്തെ മുഖാമുഖം കണ്ടിട്ട് തന്നെയാ പോയെന്നുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ശരിക്കും അറിയേണ്ടത്. അതൊന്ന് പറയാമോ? തുടക്കം എങ്ങനെയാണ് എവറസ്റ്റിൽ കയറാന്ന് തീരുമാനിക്കുന്ന ഏതൊരു ഘട്ടത്തിലാണ്? ഇപ്പൊ എനിക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല എവറസ്റ്റിന്റെ മുകളിൽ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഞാന് ഇത് ട്രെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലത്തെ ലീഡിംഗ് ക്ലൈംബിംഗ് കമ്പനി ബൂട്ട്സ് ആൻഡ് ക്രംപോൺസിന്റെ ഫൗണ്ടർ ഉണ്ട്, ഭരത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി മീറ്റ് ചെയ്യാനിടയായി. അപ്പൊ പുള്ളി എന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിട്ട് പറഞ്ഞു മൗണ്ടനിയറിംഗ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ മൗണ്ടനിയറിംഗ് ഫീൽഡിൽ വന്നത്. അന്നൊന്നും എവറസ്റ്റിന് പുള്ളി എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നിട്ടില്ല. ഓഫ് കോഴ്സ് ഏതൊരു മൗണ്ടനിയറിന്റെയും ഒരു ആഗ്രഹമാണ് എവറസ്റ്റ് കയറണമെന്ന്. പക്ഷെ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പുള്ളി ഒരുപാട് അസസ് ചെയ്തിട്ടേ ഒരാളെ എവറസ്റ്റിന് കൊണ്ടുപോകുള്ളൂ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ പീക്സ് തന്നു. ആ പുള്ളിയാണ് അത് കഴിഞ്ഞിട്ട് ഫുൾ എൻ്റെ ഡിസൈൻ ചെയ്തത്. ഞാൻ എങ്ങനെ ഏതൊക്കെ പീക്ക് കയറണം, ഏതൊക്കെ വർഷം എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഓരോ വർഷം ഒരു 2 പീക്ക് എന്നുള്ള മാതിരി പുള്ളി എന്നെ ഇങ്ങനെ പറഞ്ഞു. പുള്ളിയുടെ കൂടെ ഞാൻ കയറിക്കൊണ്ടിരുന്നത് അവരുടെ കമ്പനിയുടെ കൂടെ. അപ്പൊ അങ്ങനെ കയറി 2022 ആയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ എവറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് പെട്ടെന്നായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു പെട്ടെന്നായിരുന്നു. എവറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2022 പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഫണ്ടൊന്നും റെഡി ആവാത്തോണ്ട്, അല്ല 2023 പോകാനായിരുന്നു പ്ലാൻ. അപ്പൊ 2022 തൊട്ടിട്ട് ഞാൻ ട്രെയിനിങ് തുടങ്ങി. പിന്നെ 2023 2024 ഫണ്ടും സ്പോൺസേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിങ്ങനെ പുഷ് ചെയ്തോണ്ടിരുന്നു. പിന്നെ 2024 ഐ തിങ്ക് അറൌണ്ട് സെപ്റ്റംബർ സംതിങ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവറസ്റ്റിന് പോകാൻ നീ യെസ് പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞു. നീ യെസ് പറഞ്ഞാലേ എല്ലാം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് രാവിലെ ഒരു 7 മണിക്ക് ഒരു വീക്കെൻഡ്, ഐ തിങ്ക് സാറ്റർഡേ ഒരു സൺഡേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉറക്കത്തുനിന്ന് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാ ഫോൺ എടുത്ത് പറഞ്ഞു ശ്രീഷയ്ക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് വിളിച്ചിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച്. ഞാൻ പറഞ്ഞു ഭരതൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ഒപ്പിക്കാം, നീ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ശരി സമ്മതിച്ചു. ഓക്കെ ഐ ക്ലൈം എന്ന് പറഞ്ഞു. അങ്ങനെ ഫണ്ടും ഇതൊക്കെ നോക്കി ഞാൻ എൻ്റെ സേവിങ്സും കുറച്ച് ലോണും പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ കമ്പനി സ്പോൺസർ ചെയ്തു കുറച്ച്. അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ട് ആണ് എവറസ്റ്റിന് ഞാൻ പോയത്. അപ്പൊ ആ ഒരു ഇത് 2023 തൊട്ടിട്ടാണ് തുടങ്ങിയത് ഇതിനുള്ള ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാം. അങ്ങനെ 2023 ഇപ്പൊ നമ്മുടെ പുറകിൽ നിന്ന് ഒരാളിങ്ങനെ ഫോഴ്സ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ? എന്തായാലും 2023 തുടങ്ങി 2025 ഇപ്പൊ പറഞ്ഞു ഫണ്ടിങ്ങിന്റെ കാര്യം. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ശരിക്കും ഈ ജേർണി, ഈ ഒരു മൗണ്ടനിയറിംഗ് എവറസ്റ്റിലേക്കുള്ളത് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പൊ മെയില് നമ്മൾ പീക്കിലെത്തി. അപ്പൊ എത്ര സമയം എടുത്തു അവിടെ മുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടും? അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ബാംഗ്ലൂരല്ലേ ഉള്ളത്, ബാംഗ്ലൂരിൽ നിന്നും അവിടെ എത്തുന്ന ആ ഒരു അത് എങ്ങനെയായിരുന്നു? April 7th ഞാൻ നേപ്പാളിൽ എത്തിയത്. അപ്പൊ April 7th എത്തിയിട്ട് പിന്നെ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. കാരണം ഷോപ്പിംഗ്, ഗെറ്റിംഗ് ടു നോ ദ ടീം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവിടെ ഒരു അമ്പലത്തിലൊക്കെ പോയി. അവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്. അപ്പൊ എല്ലാ ക്ലൈംബേഴ്സും അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടാണ് കാരണം അവിടെയാണല്ലോ എല്ലാ പീക്സും. അത് മിക്കവരും അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചിട്ടാണ് വേറെ എല്ലാ ക്ലൈംബിനും പോവാറ്. അവിടെയൊക്കെ പോയി അങ്ങനെ ഒരു 1 വീക്ക് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്ക് തുടങ്ങി. അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒരു ടീം ഉണ്ടായിരുന്നോ? അതിന്റെ ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒരു ടീം ആയിട്ടായിരുന്നു അല്ലേ?
അതിൽ മിക്കതും ഫോഴ്സിലുള്ളവരാ, ലൈക് CISF, ആർമി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ മിക്കവരും ഫോഴ്സിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ 22 മെയ് എങ്ങാണ്ടായപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി ട്രെക്ക് ചെയ്തിട്ട്. പിന്നെ അവിടെ ഒരു 2 ദിവസം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരുപാട് ട്രെയിനിങ്സ് ഉണ്ടാവും. അപ്പോൾ ലോബുച്ചെ എന്ന് പറഞ്ഞിട്ട് ഒരു 6100 മീറ്റർ പീക്ക് ഉണ്ട്. അതൊരു ട്രെയിനിങ് പീക്ക് മാതിരി, ടെക്നിക്കലാണ്. അപ്പോൾ അത് കയറാൻ പോയി. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 3/4 ഓഫ് ഇറ്റ് ഇസ് വെരി ടെക്നിക്കൽ അങ്ങനെ. അപ്പോൾ അത് 25th മെയ്ന് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് 25th ഏപ്രിലിന് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് തന്നെ വന്നു. അപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ താഴെയാണ് ഈ ലോബുച്ച്. അപ്പോൾ പിന്നെയും താഴെ ഇറങ്ങി അത് ക്ലൈംബ് ചെയ്ത് താഴെ വന്ന് പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് കയറി വരണം അങ്ങനെ. എന്നിട്ട് പിന്നെ ഒരാഴ്ച റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച റെസ്റ്റിന്റെ ഉള്ളിൽ നിറയെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ എൻ്റെ കാല് ഈ ലോബുച്ച് കയറുമ്പോൾ ഒരു കല്ലിന്റെ ഇടയിൽ കുടുങ്ങി ട്വിസ്റ്റായി. അപ്പോൾ കാലിലൊരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചു വന്നത്. നടക്കാൻ കുറച്ച് പാടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കാരണം ലോബുച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നല്ല ദൂരമാണ്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിൽ അതാണ് ഏറ്റവും പാടായിട്ടുള്ള വഴി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ആദ്യത്തെ ട്രെയിനിങ്ങിൽ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ട്രെയിനിങ് ഒരു പ്രോപ്പർ 90 ഡിഗ്രി ഐസ് വോളിലായിരുന്നു കയറ്റിച്ചത്. അതൊരു ബ്ലൂ ഐസ് എന്ന് പറയും. കാരണം ബ്ലൂ ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാല് കുത്താൻ പാടായിരിക്കും നമ്മുടെ ക്രാംപോൺസ് ഇട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ബ്ലൂ ഐസിൽ കയറുമ്പോൾ എൻ്റെ സ്വെല്ലിങ് ഇനിയും വലുതായി കാലിലത്തെ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി ഒറ്റ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസം കാലിൽ പാറ്റീസൊക്കെ കെട്ടി അവിടെ ഞാൻ ഇരുന്നു. ഒരു 2 ദിവസം ഞാൻ വെറുതെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൊട്ടേഷൻ എന്ന് പറയും. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹയർ ക്യാമ്പ്സ്. അപ്പോൾ എവറസ്റ്റിൽ പോകുമ്പോൾ 4 ക്യാമ്പുണ്ട്. ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹയർ ക്യാമ്പിൽ ടച്ച് ചെയ്തിട്ട് വരണം. കാരണം ആ റൂട്ടിനോടും അഡ്ജസ്റ്റ് ആവാൻ, നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ആവാൻ, പിന്നെ ഹൈറ്റിനോട് അഡ്ജസ്റ്റ് ആവാൻ. അങ്ങനെ നമ്മൾ മൗണ്ടനറിങ് ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് 8000 മീറ്റർ പീക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നമുക്ക് പേടിയാവും. സോ അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹയർ ക്യാമ്പ്സിൽ പോകണം. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ കുംബു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ്. കാരണം ആ ഒരു വഴി ഫുൾ ടെക്നിക്കലാണ്. പിന്നെ ഫ്രീസറിൽ നടക്കുന്ന മാതിരിയാണ്. പിന്നെ ഈ ഗ്ലേഷ്യർ ആയത് കാരണം ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും മൂവ്മെന്റ് ആയിരിക്കും. അവിടെ കുറേ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവിടെയാണ് ഈ ലാഡർ ക്രോസിംഗ് എന്നൊക്കെ പറയും. അതൊക്കെ എവറസ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം. മെയിൻ ആയിട്ട് ആ സ്ഥലത്താണ് കാണുക. അപ്പോ ലാഡർ ക്രോസിംഗ് അതായത് ഈ ക്രെവിസ് ഉണ്ടാവും. അതായത് ഈ ഒരു എന്താ പറയാ ഇനി മലയാളത്തിൽ ഈ കുഴി മാതിരി ഉണ്ടാവും. ഭയങ്കര അപ്പൊ അത് വലിയ ഗ്യാപ്പ് ആണെങ്കിൽ അത് ലാഡർ ഇട്ടിട്ട് ഇങ്ങനെ കയറും. അല്ലെങ്കിൽ ചിലപ്പോ താഴത്തുനിന്ന് മേലേക്കാണെങ്കിൽ ലൈക് താഴെ ഭയങ്കര കുഴിയായിട്ട് മേലേക്കാണെങ്കിൽ അപ്പൊ ഈ ടെക്നിക്കലി നമ്മള് ജുമാറിംഗ് എന്ന് പറയും നമ്മൾ സാധാരണ കയറുന്നതിന്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വരെ ഈ ലാഡർ ഇട്ടിട്ട് കയറും. അപ്പൊ അതൊക്കെ കുറച്ച് കാരണം അതൊന്ന് ഐസ് ഇളക്കി കഴിഞ്ഞാൽ ലാഡറും നമ്മളും താഴെ വീഴും. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഐസ് ഇളകിയ താഴെ വീഴും. അപ്പൊ അങ്ങനത്തെ ലാഡർ ക്രോസിംഗ് ഒക്കെ മെയിൻലി കുംബു ഗ്ലേഷ്യറിലാണ്. അപ്പൊ അത് ക്യാമ്പ് 1ലേക്ക് പോകുന്ന വഴിയാണ്, ബേസ് ക്യാമ്പിൽ നിന്ന്. അപ്പൊ അങ്ങനെ ക്യാമ്പ് 1 പോയി. അപ്പൊ ഈ ലാഡർക്ക് നമ്മൾ ചുമന്നുകൊണ്ട് പോകണം അല്ലേ? ലാഡർ കൊണ്ടുപോകണം. അതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ഉണ്ടാവും. അതൊരു SPCC എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഐസ് ഡോക്ടേഴ്സാ. ഈ ഐസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ക്ലൈംബേഴ്സ് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടീം പോയിട്ട് റോപ്പ് ഫിക്സ് ചെയ്യും, ലാഡർ ഫിക്സ് ചെയ്യും, ഐസിന്റെ കണ്ടീഷൻ നോക്കി ഏത് സ്ഥലമാണ് സേഫ് ആയിട്ട് ക്രോസ് ചെയ്യുക അങ്ങനെ. അതിന് SPCC ടീം എന്ന് അവർ പറയും അവര്. അപ്പൊ SPCC അതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ പോകുന്നതിന് മുമ്പ്. നമ്മൾ പോയാൽ മതി. അപ്പൊ നമ്മുടെ കൂടെ അവിടെ നേപ്പാളീസ് ഷെർപ്പകളും ഷെർപ്പ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ക്യാമ്പ് 1 എത്തി. പിന്നെ ക്യാമ്പ് 2 പോകുന്ന വഴി ഈസിയാ. കാരണം എന്താ പറയാ വെറുതെ നടക്കാനാ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭയങ്കര വെയിലടിക്കും നമ്മുടെ മേല്. അപ്പൊ അവിടുത്തെ വെയില് തണുപ്പാണ്. ഫുൾ സ്നോവും കാറ്റൊക്കെ അടിക്കുകയാണെങ്കിലും ആ ഒരു സമയത്തെ വെയില് ഒരു രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 12:30-1 മണി വരെയുള്ള ആ ഒരു വെയില് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സൂചി കുത്തുന്ന മാതിരിയാണ്. കാരണം അത്രയ്ക്കും ഹാർഷായിരിക്കും ആ സൺ. സോ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു എനിക്ക് ഫുൾ എവറസ്റ്റിൽ ഇഷ്ടമല്ലാത്തൊരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഈ ക്യാമ്പ് 1 ക്യാമ്പ് 2 പോകുന്നത്. കാരണം ഒന്നാമത് ബോറടിക്കും. കാരണം ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ മറ്റേതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് ഇങ്ങനെ ജുമാരിങ്ങും കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതിലിങ്ങനെ വെറുതെ ആ വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുക. അത് ഒരുപാടുണ്ട് നടക്കാൻ. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ദിവസമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 2 ഒരു ദിവസം പിറ്റേ ദിവസം ഞങ്ങൾ ക്യാമ്പ് 3 പോയി. ക്യാമ്പ് 3 എന്ന് പറയുമ്പോൾ
7,100 സംതിങ് വരും മീറ്റർ. അപ്പോൾ ഈ 7,100 മീറ്റർ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ക്യാമ്പ് 3 നിന്നാണ് ഇടാൻ തുടങ്ങുക. അപ്പൊ ഞങ്ങൾ ഈ റൊട്ടേഷനിൽ ക്യാമ്പ് 3 ടച്ച് ചെയ്തിട്ട് പിന്നെ തിരിച്ച് താഴെ ഇറങ്ങി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വന്നു. വീണ്ടും വരണം. വീണ്ടും വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച റെസ്റ്റ്. അപ്പൊ എന്റെ ഫാമിലിയൊക്കെ പറഞ്ഞു അവര് കത്മണ്ഡുവിലേക്ക് വരാം, നേപ്പാളിൽ വന്നിട്ട് കുറച്ച് ദിവസം ഫാമിലിയുടെ കൂടെ. അപ്പൊ ഒരു ബ്രേക്ക് മാതിരി ആവുമല്ലോ, കാരണം ഓൾറെഡി ഒരു 40 days കഴിഞ്ഞായിരുന്നു ഇതെല്ലാം തീർന്നപ്പോഴേക്കും. അപ്പൊ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുക, എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഇത്രയും ദിവസം കയറി ആ ഒരു മടുപ്പ് വരാൻ തുടങ്ങും അവിടുത്തെ ഒരു എൻവയോൺമെന്റിനും എല്ലാം കൂടി. അപ്പോൾ എന്റെ ഫാമിലി, ഞാൻ വിചാരിച്ചു ശരി ഞാൻ കത്മണ്ഡുവിലേക്ക് പോവാം. എന്റെ ഫാമിലി വന്നു. അങ്ങനെ ഒരാഴ്ച എന്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു ഞാൻ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വന്നു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ സമ്മിറ്റ് പുഷ്, അതായത് ഫൈനൽ ക്ലൈം. അത് അപ്പൊ ഞാൻ ക്യാമ്പ് 1 നിന്നില്ല ഇപ്രാവശ്യം, ഞാൻ ഡയറക്റ്റ് ക്യാമ്പ് 2 പോയി. കാരണം ഷെർപ്പ പറഞ്ഞു സ്പീഡ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട്, സോ യു ക്യാൻ ജസ്റ്റ് ഗോ ഡയറക്ട്ലി. കാരണം നീ ക്യാമ്പ് 1 നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി വേസ്റ്റ് ചെയ്യുക, പിന്നെ ക്യാമ്പ് 2. അപ്പൊ അതിനേക്കാളും ഞാൻ വിചാരിച്ചു ക്യാമ്പ് 2 പോയി ഒരു ദിവസം നല്ല റെസ്റ്റ് എടുത്തിട്ട് ക്യാമ്പ് 3 പോകും. ഓരോരുത്തരുടെ നമ്മുടെ ഞാൻ സംശയം ചോദിക്കുന്നത്, ഒരാളുടെ കൂടെ ഒരു ഷെർപ്പ അങ്ങനെ ഉണ്ടാവോ? അങ്ങനെയല്ല, അത് നമ്മളുടെ ഒരു ഞാൻ ഒന്നേ എടുത്തുള്ളൂ. സോ 2 എടുക്കുന്നവരുണ്ട്, 3 എടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ 2 എടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഈ എക്സ്ട്രാ വെയിറ്റ് ഒക്കെ പിടിക്കാനും അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ചിലവർക്ക് വെയിറ്റ് എടുത്ത് കയറാൻ പറ്റില്ല. ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓക്സിജൻ സിലിണ്ടർ വരെ പിന്നിലിങ്ങനെ പിടിച്ച് ആൾക്കാരെ കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ അതിനാണ് ഈ 2, 3 ഒക്കെ എക്സ്ട്രാ സപ്പോർട്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ടയർഡ് ആണെങ്കിൽ ഈ കയറിട്ടിട്ട് വലിക്കും ക്ലൈംബേഴ്സിന്. സോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ 2, 3 ഷെയർപ്പേന് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് എന്റേതായ സിലിണ്ടറും എന്റെ വെള്ളം, എന്റെ ഫുഡ്, എന്റെ വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഷെയർപ്പയുടെ ആവശ്യമുള്ളൂ. ആ ഷെയർപ്പ നല്ല സൂപ്പർ സ്ട്രോങ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സോ കാരണം നല്ലൊരു നോളജും പേഷ്യൻസും മെച്യൂരിറ്റി, മൗണ്ടൻസിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി കഴിഞ്ഞാൽ ഐ തിങ്ക് 1 is enough. സോ എന്റെ കാര്യത്തിൽ 1 ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഞങ്ങള് ക്യാമ്പ് 2 ഞാൻ പോയി റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നേരെ ക്യാമ്പ് 3 പോയി. പിന്നെ ക്യാമ്പ് 3 എത്തിയതിന്റെ അന്ന് രാത്രി ക്യാമ്പ് 4 പോയി. പറയുകയാണെങ്കിൽ എത്ര കിലോമീറ്റേഴ്സ് ഒക്കെ വരും ഒരു ക്യാമ്പിൽ നിന്ന് അടുത്ത ക്യാമ്പിലേക്ക് പോകാനാണെങ്കിൽ ഒരു ദൂരം എന്നൊക്കെ പറയുകയാണെങ്കിൽ? ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് അബൌട്ട് ക്ലൈംബിങ് ചെയ്തോണ്ടിരിക്കുന്നു. ക്ലൈംബ് ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ 1 കിലോമീറ്റർ വരെ ഭയങ്കര ടഫാണ്. അതാ. സോ മൊത്തത്തിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് അറൌണ്ട് 8 കിലോമീറ്റർ സംതിങ് എവറസ്റ്റിന്റെ ഒരു എനിക്ക് ഓർമ്മയില്ല. ഐ ഡോണ്ട് നോ ക്ലിയർലി. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5,300. സോ 8,400 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 3,000 മീറ്റർ. അത്രേ ഞങ്ങൾ ആക്ച്വലി ഇതുള്ളൂ. പക്ഷേ ഇറ്റ് ടേക്ക് സോ മെനി ഡേയ്സ് ബിക്കോസ് ഫുൾ കേറ്റാണ്, അതുകൊണ്ട് സ്റ്റീപ്പ് ക്ലൈംസ്. സോ അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 3 ക്യാമ്പ് 3 അന്ന് രാത്രി ഞാനൊരു 3 മണിക്ക് ക്യാമ്പ് 4 ഇറങ്ങി. നമ്മൾ ഈ രാത്രിയാണ് എല്ലാ ക്ലൈംബും ചെയ്യുക മോസ്റ്റ്ലി. ടെക്നിക്കൽ സെക്ഷൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ രാത്രിയാണ് കയറുക. കാരണം ഐസ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. സണ്ണ് വന്നാൽ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ക്രാംപോൺസ് ഒക്കെ ഇട്ടിട്ട് കയറാൻ, പിന്നെ വെയിലിനെ അവോയ്ഡ് ചെയ്യാൻ. പക്ഷെ ക്യാമ്പ് 1 to ക്യാമ്പ് 2 എന്താ പറയാ, ഒന്നും ടെക്നിക്കൽ ഇല്ല. ഞാൻ പറഞ്ഞാൽ വെറുതെ നടക്കും. മോസ്റ്റ്ലി എല്ലാവരും രാവിലെ പോവുക ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 3 എത്തി. അന്ന് രാത്രി 3 മണിക്ക് ഇറങ്ങി ക്യാമ്പ് 4 പോയി. അപ്പൊ ക്യാമ്പ് 4 പോകുന്ന വഴിക്കാണ് ഈ ഡെഡ് ബോഡി, ആദ്യത്തെ ഡെഡ് ബോഡി ഞാൻ കണ്ടത്. അപ്പൊ അതൊരു ഇന്ത്യന്റെ ആണ്. അപ്പൊ അത് പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു ഇന്ത്യന്റെ ആ ഡെഡ് ബോഡി കണ്ടപ്പോ എന്താ പറയാ, കുറച്ച് കരച്ചിലും വിഷമൊക്കെ വന്നു. കാരണം കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ ഡെഡ് ബോഡീസ് അവിടെ അങ്ങനെ കിടക്കുള്ളൂ, ആരും റിമൂവ് ചെയ്യുവോ, എടുത്തിട്ട് പോവൊന്നുമില്ല? ക്യാമ്പ് 4 താഴെയാണ് മരണമെങ്കിൽ ഡെഡ് ബോഡി റിട്രീവ് ചെയ്യാം. കാരണം ക്യാമ്പ് 4 ക്യാമ്പ് 3 വരയ്ക്കും ഷെയർപ്പ വലിച്ചുകൊണ്ടുവരും. പിന്നെ ക്യാമ്പ് 3 എയർ ലിഫ്റ്റ് ചെയ്യാം. അപ്പോ അതെന്താ, ക്യാമ്പ് 3 മേലെ ഹെപ്റ്റർ ഫ്ലൈ ചെയ്യില്ല. കാരണം ആ ഹൈറ്റിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. മോർ ദാൻ 7,000 സംതിങ് ഹെപ്റ്റർ കനോട്ട് ഫ്ലൈ. സോ ആ ക്യാമ്പ് 4 കിടന്ന ആ ബോഡി വാസ് ഗിവൺ ബാക്ക് ടു ഫാമിലി. അത് റിട്രീവ് ചെയ്തിട്ട് ഫാമിലിക്ക് കൊടുത്തു. പക്ഷേ പിന്നെ അതിന്റെ മേലെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ടഫ് ആ ബോഡി ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 4 കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പിൽ പോയപ്പോൾ വേറൊരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് അതൊരു ഫിലിപ്പിനോ ഗൈ ആയിരുന്നു തോന്നുന്നു. അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. സോ അയാളുടെ ബോഡി ഉണ്ടായിരുന്നു. അപ്പം ഈ മനസ്സിങ്ങനെ ഒരുമാതിരി എന്താ പറയാ, ദിസ് ക്യാൻ ഹാപ്പൻ ടു യു ഓൾസോ, നമ്മൾക്കും ഇത് നടക്കാം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ എനിക്ക് ആ ഒരു റിയാലിറ്റി അപ്പോഴാണ് സ്ട്രക്ക് ആവുക. കാരണം നമ്മളെ പോലത്തെ ഒരു ക്ലൈംബർ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവര്, പക്ഷെ അവർക്ക് പറ്റിയത് എനിക്കും പറ്റാം, നമ്മളത്ര സ്പെഷ്യൽ അല്ലല്ലോ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ക്യാമ്പ് 4 ഞാൻ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോ എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് ചെയ്തു. രാത്രി
വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ നോർമലി 6 മണി 7 മണിക്കാണ് സമ്മിറ്റ് പുഷ് തുടങ്ങുക. പക്ഷെ അന്ന് 18th 19th ഒക്കെ നല്ല വെതർ വിൻഡോ കിട്ടിയൊരു ദിവസം. കാരണം അപ്പൊ ഒരുപാട് പേര് അന്ന് പോയി. ഒരു 42 ആൾക്കാരൊക്കെ ഒറ്റ ദിവസം സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് എവറസ്റ്റിൽ നോർമലി. അപ്പൊ ഞാൻ പോയ ദിവസം 20th of May വെതർ ഭയങ്കര മോശമായിരുന്നു. സോ ഞങ്ങൾക്ക് റോങ് വെതർ റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പൊ ഈ ജെറ്റ് സ്ട്രീം വിൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡ് ഉണ്ട്. അത് ഈ വെതർ റിപ്പോർട്ടിൽ ക്യാപ്ചർ ആവില്ല. സോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ സ്നോ വിൻഡ് എന്ന് പറയും. കാരണം അതിൻ്റെ അകത്ത് ഈ മണ്ണ് മാതിരി സ്നോ പാർട്ടിക്കിൾസ് ഉണ്ട്. വരും. ഭയങ്കര ശക്തിയിൽ അടിക്കുക. ഭയങ്കര ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ കുത്തി കയറുന്ന മാതിരി ഉണ്ടാവും. നമുക്കപ്പോ ഇത് വെതർ റിപ്പോർട്ട് കിട്ടുക എങ്ങനെ? ഇന്റർനെറ്റ് ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവോ ഇന്റർനെറ്റ്? താഴെ ബേസ് ക്യാമ്പിൽ നെറ്റ് കിട്ടും, ഇന്റർനെറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ അവര് നമ്മുടെ അടുത്ത് അപ്പൊ അവര് നമുക്ക് വാക്കി ടോക്കി വഴി അഴിപ്പിക്കും. പറയൂ അല്ലേ? ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ? വെറുതെ ഇങ്ങനെ മഞ്ഞുമലകൾ മാത്രമേ ഉള്ളൂ, അതോ എന്തെങ്കിലും ജീവികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല. മേ ബി എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരയ്ക്കും കാണാൻ പറ്റും. ഞാനൊന്നിനും കണ്ടില്ല. അവിടെ വരുന്ന ഈ ഗോഡ്, അതായത് ഹോഴ്സസ്, അതിനല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല പോണ വഴിക്ക്. പിന്നെ നാംചിയൊക്കെ പോകുന്ന വഴിക്ക് ഈ വൈൽഡ് സ്ക്വിരൽ, പിന്നെ എന്താ ഹോഴ്സ്, ഒരു വൈൽഡ് ഫോക്സിനെ ഞാൻ കണ്ടു. പിന്നെ ഈ റാബിറ്റ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെ കാണാൻ പറ്റുന്നല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല പോകുന്ന വഴിക്ക്. കാരണം ഒരുപാട് മനുഷ്യർ ട്രാവൽ ചെയ്യുന്ന വഴിയല്ലേ. സോ മേ ബി അകത്തുണ്ടാവും, പേടിയായിട്ട് പുറത്തു വരാതിരിക്കും. പിന്നെ ഷീപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ, ബ്ലൂ ഷീപ്പ് അങ്ങനെ എന്തോ. പക്ഷെ ഞാനൊന്നും ഐ വാസ് നോട്ട് ലക്കി ഇനഫ് ടു സ്പോട്ട് എനിത്തിങ്. സോ പിന്നെ അന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് 4 ഞങ്ങൾ മേലെ പോകുന്ന ദിവസം കുറെ പേരുണ്ടായിരുന്നു. ലൈക്ക് ദർ വർ ലോട്ട് ഓഫ് ക്ലൈംബേഴ്സ് വെയിറ്റിംഗ് ടു ഗോ ഓൺ ദാറ്റ് ഡേ. പക്ഷെ ഞാൻ എന്നിട്ട് ഒരു 6 മണിക്ക് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്ട്രക്ടർ, IFMCGന്റെ ഇൻസ്ട്രക്ടർ ഉണ്ട്, അതൊരു എലീറ്റ് മൗണ്ടനിയറിംഗ് കോഴ്സ്. അപ്പൊ പുള്ളി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പൊ എൻ്റെ ടെന്റിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. പുള്ളി പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഈ വിൻഡ് കുറയോ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഭയങ്കര ഡിലേ ആയിട്ട് 9 മണിക്കാണ് പിന്നെ ഇറങ്ങിയത്. അപ്പൊ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോഴും കാറ്റ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു കുറച്ച് ദൂരം പോയി നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞു. 9 മണിക്ക് രാത്രി ഇറങ്ങി. എന്നിട്ട് എന്താ പറയാ, വിൻഡ് കുറയുന്നില്ല. അപ്പൊ എനിക്ക് ബോഡി വെയിറ്റ് അന്ന് എൻ്റെ എത്ര 49-50 സംതിങ് ഉള്ളൂ. സോ ആ ബോഡി വെയിറ്റിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ആ വിൻഡ് ഹാൻഡിൽ ചെയ്യാൻ. ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉള്ളതിൽ അവിടെ ഉറച്ചു നിന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ആൾമോസ്റ്റ് 60 സംതിങ് ഉണ്ടായിരുന്നു വിൻഡ് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഭയങ്കര കാറ്റടിച്ചിട്ട് എന്നാലും എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പിടിച്ച് പോയി ഞാൻ. ഷെയർപ്പ ഉണ്ടായിരുന്നു, ഷെയർപ്പ എനിക്കിങ്ങനെ കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതായത് ഈ മോസ്റ്റ്ലി ക്ലൈംബേഴ്സ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, കുറച്ച് കയറിയിട്ട്. ഈ ബാൽക്കണിയിലെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളെയും കാണാനില്ല. എൻ്റെ മുമ്പിൽ ഒരു പാകിസ്ഥാനി ക്ലൈംബർ ഉണ്ട്, പിന്നെ വേറൊരു ക്ലൈംബറും അല്ലാണ്ട് എല്ലാവരും തിരിച്ചുപോയി. ഈ 6 പേരെ ആ മൗണ്ടനിലുള്ളൂ. നോർമലി ഒരു 40 to 50 അടുത്ത ആൾക്കാരുണ്ടാവുന്നതാണ്. അപ്പൊ അന്നത്തെ ദിവസം വെറും 6 പേര്. അപ്പൊ എനിക്ക് താഴെ നോക്കിയപ്പോ മേലേക്ക് ഇങ്ങനെ ലൈറ്റ് വരികയാണ്, കാരണം നമ്മള് ഹെഡ് ടോർച്ച് വെച്ചിട്ടുണ്ടാവില്ല, ഈ മേലേക്ക് വരുന്ന ലൈറ്റ് ഒക്കെ താഴത്തേക്ക് പോകുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷനായി, കാരണം എല്ലാരും താഴേക്ക് പോകുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പേടിയായി. ഞാൻ വിചാരിച്ചു പോണോ, ഇതൊരു മണ്ടത്തരാവോ മേലേക്ക് പോകുന്നത്, കാരണം ഒരാളും ഇല്ല അന്ന്, ഈ ഇത്ര പേരേ ഉള്ളൂ. പിന്നെ എന്റെ കൂടെ ഉള്ള ആ പാകിസ്ഥാനി ക്ലൈംബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പാകിസ്ഥാനിലൊക്കെ ഒരുപാട് പീക്സ് കയറിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പൊ എനിക്ക് നല്ല ടെൻഷനായി. പക്ഷെ എന്റെ ഷെയർപ്പ പറഞ്ഞു നല്ല കോൺഫിഡൻസ് തന്നു എനിക്ക്, ഭയങ്കര മോശമാണെങ്കിൽ തിരിച്ചു വരാം, പക്ഷെ നിനക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് വരാന്ന്. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുമ്പോൾ ഒന്നും അറിയാതെ പറയല്ലോ. അപ്പൊ ഞാൻ ശരി പോവാന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഞങ്ങള് ഈ ഫോൾ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതായത് സമ്മിറ്റ് മാതിരി ഇരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് എ സമ്മിറ്റ്. സോ ഫോൾ സമ്മിറ്റിലെത്തിയപ്പോൾ വെതർ വിൻഡ് ഇനിയും കൂടി. അപ്പൊ എനിക്ക് അവിടുന്ന് സമ്മിറ്റ് കാണിച്ചു തന്നു. ഹിലാരി സ്റ്റെപ്പ് ഒക്കെ ക്രോസ് ചെയ്ത് എവറസ്റ്റിന്റെ സമ്മിറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു അതാ സമ്മിറ്റ്, പോണോ ചോദിച്ചു എന്നോട് മുന്നോട്ട്. ഞാൻ പറഞ്ഞു, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ പോയി. പക്ഷെ അതിന്റെ ഉള്ളിൽ ഈ കാറ്റടിച്ച് എന്താ പറയാ, ഒന്നാമത് ഈ ഞാൻ മറ്റേ സ്കീ ഗോഗിൾസ് ഇടും, അതാണ് ഈ മൗണ്ടനിയറിംഗ് ഗോഗിൾസിന്റെ പേര്. ഈ സ്കീ ഗോഗിൾസിന്റെ ഉള്ളിലൊക്കെ ഈ ഐസ് ഒരു ഷീറ്റ് മാതിരി ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ മേലെ പോയി ഫ്രോസൺ ആയി. അപ്പൊ അത് മാറ്റിക്കളയണമെങ്കിൽ ഇങ്ങനെ ചുരണ്ടിട്ട് നഖം വെച്ച് ഇങ്ങനെ ആ തണുപ്പത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനത് ഊരിയിട്ട് എന്റെ ബാഗിലിട്ടു. അപ്പൊ ആ ചൂടിൽ മെൽറ്റ് ആവട്ടെ വെച്ചിട്ട്, അപ്പൊ അത് ഊരിയിട്ട് എന്റെ ബാഗിലിട്ടിട്ട് ഞാൻ കുറച്ചു നേരം അത് വില്ലാണ്ട് നടന്നു. കാരണം സൺലൈറ്റ് കാണാൻ പറ്റുമായിരുന്നു, അപ്പോഴേക്ക് രാവിലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നടന്നു. രാത്രി ഫുൾ കയറ്റം തന്നെയായിരുന്നു. കയറ്റം തന്നെയായിരുന്നു. അപ്പൊ അതൊരു 4 മണി 5 മണിയായപ്പോ വെളിച്ചം വന്നു. 4 മണി 5 മണി. അപ്പൊ 4 4 AM സംതിങ്.
4 അല്ല 5 എനിക്ക് ഓർമ്മയില്ല ആ, സമയം കറക്റ്റ്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പൊ അപ്പോ അപ്പൊ എനിക്ക് ഈ ഇപ്പൊ കണ്ണിൽ ഞാൻ പറഞ്ഞില്ല സ്നോ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന വീണ്ട് അത് അടിച്ചടിച്ച് എന്റെ ഈ കണ്ണ് ഫുൾ മുറിയായിട്ട് ബ്ലൈൻഡ് ആയി. ലൈക്ക് ഐ ഓ, കുഡ് നോട്ട് സീ എനിത്തിങ് റൈറ്റ് ആയി. അങ്ങനെ ഞാൻ ഈ കണ്ണ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കണ്ണിങ്ങനെ കടച്ചിട്ടൊക്കെയാ എന്റെ, കാരണം നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ഇത് അടിച്ചടിച്ച് ഭയങ്കര വേദനയാ, നീറുന്നൊരു വേദന. അപ്പൊ ഞാൻ പിന്നെയും മുന്നോട്ട് പോയി ഈ ഇത് വെച്ചിട്ട്. പക്ഷെ ഇതും ഇങ്ങനെ അത് അടിച്ചടിച്ച് ഇത് പ്രശ്നമാവാൻ തുടങ്ങിയൊന്നു. ലൈക്ക് നമ്മുടെ വിഷൻ ഒരുമാതിരി യെല്ലോ കളറിലാവാൻ തുടങ്ങും, മങ്ങിയിട്ട് പിന്നെ ഒരുമാതിരി പാർട്ടിക്കിൾസ് ഉള്ള മാതിരിയൊക്കെ തോന്നും. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ഹിലാരി സ്റ്റെപ്പിന്റെ അവിടെ എത്തിയിട്ട് വിൻഡ് ഭയങ്കര ഭയങ്കര ഒരു രക്ഷയില്ല, അത്രയ്ക്ക് മോശമായി പോയി. അപ്പൊ ഞാൻ ലിറ്ററലി ഞാൻ അവിടെ നിന്നിട്ട് എന്റെ ലാസ്റ്റ് പ്രെയർ ഒക്കെ പറയുമെന്ന് വിചാരിച്ചു. ഇല്ല, കാരണം പിന്നെ എനിക്കൊരു ചെറുതായിട്ട് ഒരുമാതിരി മണങ്ങളൊക്കെ വരാൻ തുടങ്ങി, ലൈക്ക് സാമ്പാറിന്റെ അങ്ങനത്തെ ഒരു മണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാലുസിനേഷനാ, ആ, നമ്മൾ എന്ത് വിചാരിക്കുക, അതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നടക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ എനിക്ക് എന്തൊക്കെയോ മണമൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ചക്ര എന്നാണ് അവരുടെ പേര്, എന്റെ ഷെയർപ്പയുടെ പേര്. അപ്പൊ ചക്രദായിനോട് ഞാൻ പറഞ്ഞു, ദായി നമ്മൾ മുന്നോട്ട് പോകണോ, ഞാൻ എന്റെ ലാസ്റ്റ് പ്രെയർ പറയും. അപ്പൊ ദായി പറഞ്ഞു അത്ര ദൂരേ ഉള്ളൂ സമ്മിറ്റ്, നിന്റെ ലൈഫിൽ ഒരു 25 to 30 minutes കുറച്ചുകൂടി കഷ്ടപ്പെടണം, പക്ഷെ അത് കഴിഞ്ഞാൽ യുവർ ഓൺ ദ സമ്മിറ്റ്. പിന്നെ ദായി പറഞ്ഞു ഐ ഫീൽ ലൈക്ക് നമുക്ക് സേഫ്ലി, കാരണം ഞങ്ങള് 10 മണിയാകുമ്പോഴേക്കും സമ്മിറ്റിൽ എത്തുന്ന ഒരു ഇതായിരുന്നു. ഞങ്ങൾ ആ ഹിലാരി സ്റ്റെപ്പിൽ അവിടെ നിന്ന് ആ സമയത്ത് ഐ തിങ്ക് ടൈം വാസ് അറൌണ്ട് 9:50. സോ നല്ല ടേൺ അറൌണ്ട് ടൈം ഉണ്ട്, അതിനേക്കാളും ലേറ്റ് ആയാലും പ്രശ്നം. അപ്പൊ ദായി പറഞ്ഞു പ്രശ്നമില്ല, നമുക്ക് മുന്നോട്ട് പോവാം, എനിക്ക് വെദർ ലുക്സ് ഗുഡ്, ടൈമിംഗ് ഇസ് ഫൈൻ, സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു 3 മണിക്കൂറൊക്കെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു, അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഈ വിൻഡ് അടിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായപ്പോ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഒരു 3 മണിക്കൂർ വേസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്റെ സമ്മിറ്റ് 6 മണിക്ക് നടന്നേനെ, 7 മണിയൊക്കെ ആകുമ്പോൾ മോർണിംഗ് നടന്നേനെ. മോർണിംഗ്. കാരണം കുറെ സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു ഈ വിൻഡ് അടിച്ചത് കാരണം. അപ്പം അങ്ങനെ ഞങ്ങള് അവിടെ പോയി. പിന്നെ ഹിലാരി സ്റ്റെപ്പിൽ ഒരുപാട് പ്രാവശ്യം വീഴലും, കാരണം അന്നത്തെ ആ പെയ്ത സ്നോയില് ഫുൾ എന്താ ഫ്രഷ് സ്നോ. അപ്പൊ ഈ ഫ്രഷ് സ്നോയില് കയറാൻ കുറച്ച് പാടാ, കുറച്ച് ഹാർഡ് ആൻഡ് ഐസ് ആണെങ്കിൽ നമുക്ക് ചവിട്ടി കയറാം. ഫ്രഷ് സ്നോയില് കാലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും താഴെ. അപ്പൊ കയറാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ നമ്മള് ടയേർഡും അല്ലേ, അങ്ങനെ എങ്ങനെയൊക്കെയോ വീണിട്ടും എണീച്ചിട്ടൊക്കെ. ഞാൻ നോക്കുമ്പോ ചക്രതായി വീണു, ഞാനും വീണു, ഒരാളില്ല. കാരണം ഞങ്ങളുടെ മുമ്പ് കയറിയ പാകിസ്ഥാനി കയറിയിട്ട് തിരിച്ചുപോയി. അയാൾ എന്നെക്കാളും ഒരു 45 minutes മുമ്പ് എന്തോ സബ്മിറ്റ് ചെയ്തു. അയാൾക്ക് പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ആ പോണ സമയത്ത് ഫുൾ വൈറ്റ് ഔട്ട് ആയിരുന്നു ഈ സ്നോ കാരണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അയാള് പോകുന്നപ്പോ ഈ ഹിലാരി സ്റ്റെപ്പിൽ വെച്ചിട്ട് അയാളെ മീറ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ വൈറ്റ് ഔട്ടാ, വെറുതെ സബ്മിറ്റ് ചെയ്ത് തരാം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, അതെനിക്ക് കുറച്ച് വിഷമായി, കാരണം നമ്മൾ അത്രയും മേലെ പോകുമ്പോ ഫുൾ ടോപ്പ് ഓഫ് ദി വേൾഡിൽ നിൽക്കല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിവേസ്, ഞാൻ വിചാരിച്ചു സബ്മിറ്റ് എങ്കിൽ അതെങ്കിലും നടക്കട്ടെ വിചാരിച്ചു. ഇങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തി, ഹിലാരി സ്റ്റെപ്പിന്ന് അവിടേക്ക് എത്തി. അപ്പോഴേക്കും കണ്ണൊക്കെ ആകെ പോയി, എല്ലാം ഷിവർ ചെയ്യാൻ തുടങ്ങി ബോഡി, കാരണം ഈ വിൻഡ് അധികം ആകുമ്പോൾ വിൻചിൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ ഉള്ള തണുപ്പിന്റെ ഇരട്ടിയാവും വിൻചില്, കാരണം തണുപ്പ് ഇരട്ടിയാവും. അപ്പൊ ഒരു -20 ഒക്കെ ആണെങ്കിൽ ഒരു -40 ആവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാ. അപ്പോ തണുത്തിട്ട് വിറയ്ക്കാൻ, ലിറ്ററലി കാലും കൈയൊക്കെ നിന്ന് കൂട്ടിയടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, കാരണം ശരീരം ക്ഷീണിച്ചു. അപ്പൊ ശരീരം ക്ഷീണിച്ചാലും നമുക്ക് തണുപ്പ് അധികമായി ഫീൽ ചെയ്യും. അപ്പോ അത് കഴിഞ്ഞിട്ട് മേലെത്തി വേഗം പിക്ചറൊക്കെ എടുത്തു, കാരണം നമുക്കറിയില്ലല്ലോ ഇനി എങ്ങനെയാണ് വെതർ ഉണ്ടാവുക തിരിച്ചു പോകുമ്പോൾ. സോ സബ്മിറ്റ് എടുത്തു, ഫോട്ടോ എടുത്തു. പക്ഷെ ഒരു ഇത് നടന്നത് എന്താ വെച്ചാൽ, ഞാൻ ആ കയറിയ സമയത്ത് അത്രയ്ക്കും അതുവരെ വൈറ്റ് ഔട്ട് ആയിരുന്ന സാധനം ഫുൾ ക്ലിയർ ആയി. ലൈക്ക് പെട്ടെന്ന് സണ്ണ്, ഈ സ്ഥലത്തുനിന്ന് വിൻഡും ഈ സ്ഥലത്തുനിന്ന് സണ്ണും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോ ഫുൾ എനിക്ക് കാണാൻ പറ്റി, നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഫുൾ എല്ലാം കാണാൻ പറ്റി. അപ്പുറത്ത് ഉള്ള മനാസ്ലു അങ്ങനത്തെ പീക്കും, പിന്നെ ചൈന, ഇപ്പുറത്തെ സൈഡ് ചൈന, നമ്മൾ സൗത്ത് നിന്ന് വരുമ്പോൾ നോർത്ത് നിന്ന് ചൈന എന്നാണ് കയറുക. അപ്പൊ അങ്ങനത്തെ ഫുൾ എനിക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റി. പക്ഷെ അതൊരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. സോ സമ്മിറ്റ് അത്ര എൻജോയ് ചെയ്തില്ല, കാരണം അവിടെ കയറുന്ന വഴിക്കും ഡെഡ് ബോഡീസ് ഒക്കെ കിടക്കുന്നുണ്ട്, ഈ എവറസ്റ്റിലോട്ട് പോകുന്ന വഴി ഒരു 3 ഡെഡ് ബോഡി ഒക്കെ കാണാൻ പറ്റും. അപ്പം അത് കണ്ടിട്ട് എനിക്ക് എങ്ങനെയും വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നായിരുന്നു, കാരണം നമ്മുടെ ലൈഫല്ലേ മോർ ഇമ്പോർട്ടന്റ്. ആ സമയത്ത് ഇവിടെ നിന്ന് സമ്മിറ്റിൽ നിന്ന് സന്തോഷിക്കണം, എൻജോയ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് 5 minutes ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും വിൻഡ് പിന്നെയും ഭയങ്കരമായിട്ട് കൂടി. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ആയിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്? അല്ല, അതൊക്കെ എടുക്കാനാണ് ഈ ഒരു 5 minutes വേഗം ഫട്ട് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, കാരണം നമ്മുടെ നേപ്പാളിന് അത് സബ്മിറ്റ് ചെയ്യണം, നേപ്പാൾ ക്ലൈംബിംഗ് അസോസിയേഷൻ, എന്നാലേ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സബ്മിറ്റ് പിക്ചർ മാൻഡേറ്ററിയാണ്, അല്ലെങ്കിലും ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഒരു ഇതല്ലേ. അതെ, അത് നമ്മുടെ ഒരു പ്രൂഫ് ആണല്ലോ, വേറെ ആരും കാണുന്ന ഒരു സംഭവം അല്ലല്ലോ. അതെ, അവിടെ ചെന്നിട്ട് ആ ഒരു കാഴ്ച, താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു ഫീല്, അതെന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരിക്കും, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, കാരണം വൺ സൈഡ് എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, കാരണം ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ ലൈഫ് റിസ്കിലിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം
എന്റെ അടുത്ത് എന്റെ ഷെയർപ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ചക്രതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യു ആർ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്, ഇനി ഇതിന്റെ മേലേക്ക് ഒരു മനുഷ്യനും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് പുള്ളിക്കാരൻ മനസ്സിലായി ദാറ്റ് ഞാൻ നല്ല സ്ട്രെസ്ഡ് ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് താഴെ പോകണമെന്നേ ഉള്ളൂ. ഹി വാസ് ട്രൈങ് ടു മേക്ക് മീ ഫീൽ ഗുഡ്. സോ എല്ലാം ഒരു എന്താ പറയാ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നു. സോ ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആൻഡ് ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ താഴെ എത്തിയിട്ടാണ് അതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തു. സോ തിരിച്ചു വരുമ്പോഴാണ് ലൈക് വിൻഡ് വാസ് അറ്റ് ദി മാക്സ്. എന്താ പറയാ, അത് ഇങ്ങനെ ഒരു മോൺസ്റ്ററിൽ നിന്ന് സ്ക്രീം ചെയ്യുന്ന മാതിരിയായിരുന്നു വിൻഡിന്റെ സൗണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിരുന്നു വിൻഡ്. ആൻഡ് ഭയങ്കരമായിട്ട് സ്നോ മുഖത്ത് ഇങ്ങനെ മഴ പെയ്യുന്ന മാതിരിയായിരുന്നു, അടിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഈ കണ്ണ് ഭയങ്കര പ്രശ്നമായി. അപ്പൊ എനിക്ക് ചക്രതായിന്റെ കയ്യിൽ ഒരു ചെറിയ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ഒരു സ്മോൾ ഗോഗിൾസ്. അത് എനിക്ക് എടുത്ത് തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ തന്നെ വരുന്നു. എന്നിട്ട് റോപ്പൊക്കെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക, ഞാൻ ആടിക്കൊണ്ടിരിക്കുക. പക്ഷെ സേഫ്റ്റി ഇട്ടിട്ടുണ്ട്, നമ്മൾ സേഫ്റ്റി പറഞ്ഞൊരു സാധനം അറ്റാച്ച് ചെയ്യും, അത് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കൊണ്ട് വീഴൊന്നുമില്ല. പക്ഷെ റോപ്പിന്റെ കൺട്രോൾ എനിക്ക് കിട്ടില്ല, ഇത് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കയ്യിൽ മറ്റേ മിറ്റൻസ് ആയിട്ടാണ്, ചെറിയ കുട്ടികൾ ഇടുന്നില്ലേ മിറ്റൻസ് മാതിരി, അങ്ങനത്തെ ഇട്ടാണ്. അപ്പൊ അതാണ് നോർമലി സമ്മിറ്റിന് ഉപയോഗിക്കുക. പക്ഷെ ആ റോപ്പ് എനിക്ക് അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ വിചാരിച്ചു നോർമൽ ഗ്ലൗസ് ഉണ്ട്, ലൈക് ഗ്ലൗസ് ഇല്ലേ, അപ്പൊ അത് ഞാൻ ഈ സമ്മിറ്റ് ഗ്ലൗസ് ഉണ്ട്, അപ്പൊ അതെന്റെ ബാഗിന്റെ സൈഡിലാണ് തൂക്കിയിട്ടാണ്. ഞാൻ വിചാരിച്ചു ഇത് മാറ്റിയിട്ട് അത് ഇടാന്ന്. എന്റെ അതിന്റെ ഉള്ളിൽ വേറെ ലൈനറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഗ്ലൗസ് മാത്രം മാറ്റി ആ ഒരു 10 to 20 സെക്കൻഡ്സിന്റെ ഇടയിലാണ് എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വന്നത്, ഗ്രേഡ് 2 ഫ്രോസ്റ്റ് ബൈറ്റ് കയ്യില്. സോ അത്രയ്ക്ക് തണുപ്പാണ്, കാരണം ആ ഗ്ലൗസ് ഊരിപ്പോ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഫീൽ ആയിരുന്നു കയ്യില്. -40 ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ സമയത്ത് അവിടെ? മേലെ പോയിട്ടുണ്ടാവും, കാരണം എത്ര വിൻഡ് കൂടുന്നു അത്രയും തണുപ്പ് കൂടും. അതാണ് മൗണ്ടൻസിന്റെ ഒരു പ്രോബ്ലം. വിൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സുഖമായി കയറാം, പക്ഷെ വിൻഡ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഫേസ് ഓൺ മൗണ്ടൻസ്. അപ്പോ അങ്ങനെ കയറിയിട്ട് അപ്പൊ ആ ഫ്രോസ്റ്റ് ബൈറ്റ് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്രയും ഇനി പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യണം, കാരണം നമ്മുടെ കൈ പിന്നെ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഫ്രോസ്റ്റ് ബൈറ്റ് വന്ന സ്കിൻ അധികം തണുപ്പിനോട് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ വേഗം തന്നെ എനിക്ക് ചക്രതായിന്റെ വലിയ ഗ്ലൗസ് എനിക്ക് തന്നിട്ട് കയ്യിൽ ഒരു ലൈനറും കൂടി ഇട്ടിട്ട്, പുള്ളിക്കാരൻ്റെ ഒരു എക്സ്ട്രാ വലിയ ഗ്ലൗസ് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാ. അപ്പൊ താഴെ വരുന്ന സമയത്ത് പെട്ടെന്ന് വിൻഡ് നിന്നു, ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വിൻഡ് നിന്നു. അപ്പൊ അതാണ് ഒരുപാട് മിറക്കിൾസ് നടന്ന മാതിരി എനിക്ക് തോന്നി. ലൈക്ക് കുറച്ചവിടെ എത്തിയപ്പോഴേക്കും ഒരു വിൻഡും ഇല്ല, സഡൻലി ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ്. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായി. പിന്നെ ഫുൾ വെതർ ക്ലിയർ ആയി, ലൈക്ക് അതുവരെ വൈറ്റ് ഔട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒരു സ്നോ അടിക്കുന്നില്ല, ഒന്നുമില്ല, ഫുൾ ക്ലിയർ. അപ്പൊ ഞങ്ങൾ പറയാം, നീ ഇത് കയറുന്ന സമയത്ത് ഇത് 1 മിനിറ്റെങ്കിലും ഇത്രയും ക്ലിയർ വെതർ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ താഴെത്തുമ്പോ ചക്രതായിക്ക് ടയർഡായി പുള്ളിക്കാരൻ. എന്നിട്ട് ടയർഡ് മീൻസ് പുള്ളി നിറയെ വെയിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ സോ അവർക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല, ഈ വെയിറ്റ് മുതു വേദനിക്കും. നോട്ട് ബിക്കോസ് ഹി ഈസ് വീക്ക് ഓർ സംതിങ്, ഈസ് ലൈക്ക് സൂപ്പർ സ്ട്രോങ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഫ്രോസ്റ്റ് ബൈറ്റ്, പിന്നെ എനിക്ക് ഇങ്ങനെ മെല്ലെ ഇറങ്ങുന്നതും കയറുന്നതും ഇഷ്ടമില്ല, എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ എഫക്ട് ചെയ്യും. കാരണം നമുക്കൊരു പേസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ടെക്നിക്കലി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെയാണ് റോപ്പൊക്കെ റാപ്പിലിംഗ് ഒക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാം. സോ ഞാൻ പറഞ്ഞു, ചക്രത എനിക്ക് കൈ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇവിടുന്ന് എനിക്ക് ചെയ്തു പോകാൻ അറിയാം, ഞാൻ പോയിക്കോട്ടെ ചോദിച്ചപ്പോൾ പുള്ളി ഇപ്പൊ മേലുണ്ട്, കണ്ണെത്തുന്ന ദൂരത്താ. അങ്ങനെ എവറസ്റ്റിന്റെ ഒരു 75% തന്നെ ഈ റാപ്പിലിംഗ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മള് താഴെ ഇറങ്ങുന്നത്, അത് ചെയ്തിറങ്ങി. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ഈ വെതറിന്റെ കാരണം വാക്കി ടോക്കി കണക്ട് ആവുന്നില്ല താഴെ ബേസ് ക്യാമ്പിൽ. സോ ബേസ് ക്യാമ്പിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു 12 മണി വരെ ആർക്കും ഞങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത വിവരവരൊക്കെ അറിയില്ല, ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. കാരണം അന്ന് മൗണ്ടനിൽ ആരുമില്ല. ഞാൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നോർമലി എവറസ്റ്റ് ഫുൾ ആൾക്കാരായിരിക്കും, പക്ഷേ ക്ലൈംബേഴ്സ് ആയിരിക്കും, ഫുൾ ക്യൂവും ഇതൊക്കെ ആയിരിക്കും. ഞാൻ കയറിയ സമയത്ത് ഒരു മനുഷ്യൻ, ലൈക്ക് ദ മൗണ്ടൻ വാസ് ജസ്റ്റ് ഫോർ മീ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ എല്ലാവരും വിചാരിച്ചു ഞാൻ മരിച്ചു. കാരണം എന്റെ മെന്റർ ഇസ് എ വെരി പോസിറ്റീവ് പേഴ്സൺ. സോ യൂഷ്വലി പുള്ളി അങ്ങനെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ പുള്ളി വരെ വിചാരിക്കാൻ തുടങ്ങി ഞാൻ മരിച്ചു എന്ന്. അപ്പൊ എന്റെ ഫാമിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട, അവൾക്ക് എന്താ പറ്റിയ, പുള്ളിക്കൊന്നും ആൻസർ കൊടുക്കാനില്ല, വാക്കി ടോക്കി കണക്ട് ആവുന്നില്ല. അവസാനം 12 മണിക്ക് കണക്ട് ആയിട്ട് പറഞ്ഞു ഞാൻ ജീവനോട് ഇരിപ്പുണ്ട്, സബ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനം. ഇതുവരെ മരിച്ചു എന്ന് വിചാരിച്ചു. വീട്ടുകാരുടെ ഒരു അവസ്ഥ അല്ലേ ശരിക്കും. കാരണം വാക്കി ടോക്കി ഉണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് കൊടുക്കായിരുന്നു, പക്ഷെ അതും ഇല്ല. സോ എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചു. ഈവൻ താഴെ ബേസ് ക്യാമ്പ് മാനേജർ ആൻഡ് എന്റെ മെന്റർ ആൻഡ് അതർ ക്ലൈംബേഴ്സ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ജീവനോടെ വരേണ്ടി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു, ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മിനിറ്റും നിന്റെ ന്യൂസ് കിട്ടുന്നവരെ. സോ അത് കഴിഞ്ഞ് താഴെ വന്നു, ക്യാമ്പ് 2-ലെത്തി. പിന്നെ നേരെ ഞാൻ കത്മണ്ഡുവിലേക്ക് ഹെപ്റ്റർ എടുത്തിട്ട് വന്നു. കാരണം ഫ്രോസ്റ്റ് ബൈറ്റ് ഇനി എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇനി നീ കുംഭു വഴി, ആ കുംഭു ഗ്ലേഷ്യർ ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ ഇറങ്ങണ്ട. കാരണം ക്യാമ്പ് 2 ഹെപ്റ്റർ കിട്ടും, ഹെലി.
അപ്പൊ അവര് പറഞ്ഞു ക്യാമ്പ് തന്നെ എടുത്തിട്ട് പോയിക്കോ, കാരണം എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഫ്രോസ്റ്റ് ബൈറ്റിന്റെ, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ആവും. സോ അങ്ങനെ വേഗം ഞാൻ കഠ്മണ്ഡു ഹോസ്പിറ്റലിൽ അപ്പൊ നമുക്ക് എന്താ വന്ന് സംഭവിക്കുക ശരിക്കും? അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാ ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ല അല്ലെ? ഷോക്ക് അടിച്ച പോലെ ഇരിക്കും. അല്ല, നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ആവും കയ്യിൽ, ഇങ്ങനെ കൈ കോൺസ്റ്റന്റ്ലി തീയിട്ടൊരു ഫീലിംഗ് ആവും. പിന്നെ ബ്ലിസ്റ്റേഴ്സ് വരാൻ തുടങ്ങും കൈന്റെ ഈ എനിക്ക് ഈ അറ്റത്താണ് എല്ലാം പറ്റിയത്. കൈന്റെ അധികം സീരിയസും അല്ല, ഗ്രേഡ് 2 എന്ന് പറയും അതിന്. അപ്പൊ ഈ കൈന്റെ, പക്ഷെ അത് റിക്കവർ ആവാൻ ഒരുപാട് സമയം എടുക്കും. ഈവൻ നൗ ഇറ്റ് ഇസ് റിക്കവറിങ്, കാരണം ടിഷ്യൂസ് ലിറ്ററലി ഡെഡ് ആണ്. അതിന് താഴെ ന്യൂ ടിഷ്യൂ ഫോം ചെയ്ത് സ്കിന്നൊക്കെ ഫോം ചെയ്ത് ഇതിങ്ങനെ പറഞ്ഞു വരും ഈ ഫസ്റ്റ് ബൈറ്റ്, മരിച്ച ടിഷ്യൂ. സോ അതിന് ഒരുപാട് സമയം എടുക്കും. സോ അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു കഠ്മണ്ഡുവിൽ. ഓൾമോസ്റ്റ് 4 to 5 days ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ 2 days കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു. അപ്പൊ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ കാഠ്മണ്ഡുവിൽ ആ സമയത്ത്? അവരുടെ വെയിറ്റ് ഹസ്ബൻഡ് വന്നു, വേറെ ആരും വന്നില്ല. ഹസ്ബൻഡ്, കാരണം ഹോസ്പിറ്റലല്ലേ, അപ്പൊ ഹസ്ബൻഡ് മാത്രം വന്നു. ഓക്കെ. പിന്നെ ഈ നമ്മൾ ഈ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡ്, വെള്ളം, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണ്ടേ? അതുപോലെ ഷെൽട്ടറിനായിട്ട് ഇപ്പൊ ഇത്രയും കാറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ടെന്റോ അങ്ങനെ അതൊക്കെ നമ്മൾ കൊണ്ടുപോകണോ? എങ്ങനെയാണ് അതിന്റെ പരിപാടികളൊക്കെ? അതൊക്കെ അവര് ക്ലൈംബിംഗ് കമ്പനി അറേഞ്ച് ചെയ്തു, നമ്മളൊന്നും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ബൈ ക്ലൈംബിംഗ് കമ്പനി. ഫുഡ് നമ്മള്, അത് എല്ലാരും പറയാത്തൊരു കാര്യം ഇതാണ്, ക്യാമ്പ് 2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊണ്ടുപോകുന്നു അതാണ് കഴിക്കാൻ. അവിടെ കുക്കിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ല. ഈ സ്നോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഷേർപ്പ വെള്ളം ചൂടാക്കി തരും, മറ്റേ ബ്യൂട്ടൈൻ ഗ്യാസിന്റെ ചെറിയ ഗ്യാസിന്റെ. പിന്നെ ഫുഡ് നമ്മൾ എന്ത് കൊണ്ടു, അപ്പൊ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഈ ടേസ്റ്റി നിബിൾസ് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ മട്ടരി ചോറ്, പിന്നെ കുറച്ച് ഫ്രൈഡ് പ്രോൺ പൗഡർ, അതൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അത് വെറുതെ ഈ തണുത്തുറഞ്ഞ ചോറിൽ മിക്സ് ചെയ്തു, പക്ഷെ കഴിക്കാൻ തോന്നില്ല ആ ഒരു ഹൈറ്റിൽ. അതായത് നമ്മൾ ഈ ഓക്സിജൻ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശപ്പും ദാഹവും അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ക്യാമ്പ് 2 തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഐ തിങ്ക് 4 days നോ ഫുഡ്. ഇടയ്ക്കൊരു വെള്ളം കുടിച്ചു എന്നല്ലാണ്ട് ക്യാമ്പ് 3 തൊട്ട്. ക്യാമ്പ് 3 ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ജെല്ല് കഴിച്ചതല്ലാണ്ട് പിന്നെ ക്യാമ്പ് 2 എത്തുന്നവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 3-4 days ഫുഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു എനർജി അല്ലെ, ക്ലൈംബ് ചെയ്യണമെങ്കിലുള്ള എനർജി ഒക്കെ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ടെന്റോ അങ്ങനെ ഒരു പെട്ടെന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്, തണുപ്പ് കൂടുകയാണെങ്കിൽ ടെന്റോ അതൊക്കെ ഉണ്ടാവുമോ അവിടെ ഏതെങ്കിലും ക്യാമ്പിൽ? അത് നമ്മുടെ കമ്പനി ഓൾറെഡി പോയി ഫിക്സ് ചെയ്യും. അപ്പൊ ഈ ഷെയർപാസ് നമ്മളുടെ മുമ്പ് പോയിട്ട്, നമ്മൾ ഈ സബ്മിറ്റ് പുഷ് ചെയ്യുന്നതിന്റെ മുമ്പ് പോയിട്ട് അവരതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വരും, ടെന്റ് എല്ലാം. അപ്പൊ അവര് നമ്മളെക്കാളും കൂടുതൽ കയറും, 2-3 പ്രാവശ്യം കയറിക്കൊണ്ടിരിക്കും അവര്. അതന്നെയല്ല, നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ കയറാണ്. അപ്പൊ നമുക്ക് വാഷ്റൂം ആണെങ്കിലും അതിന്റെ ഫെസിലിറ്റിയും അതൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിന്റെ ഫെസിലിറ്റി ഒന്നും ക്യാമ്പ് 2 വരയ്ക്കും മാത്രമാണ് ഒരു ടെന്റ് വാഷ്റൂമിനായിട്ട്, വെറുതെ ഒരു ടെന്റ്, അത്രേ ഉള്ളൂ. ക്യാമ്പ് 3 തൊട്ടിട്ടൊക്കെ ഓപ്പൺ എയറാ. അതെല്ലേ? ഒന്നുമില്ല. അപ്പൊ എന്തായാലും വളരെ ശരിക്കും ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിന്റെ എവറസ്റ്റ് ലേഡി എന്നല്ലേ പറയുന്നത്. ഇപ്പൊ സപ്പോർട്ട് അല്ലെ, ഫാമിലിയുടെ സപ്പോർട്ട് അതിൽ പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ? അമ്മയും ഹസ്ബൻഡും എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ ഓരോ കമ്പനീസ് ആണെന്ന് പറഞ്ഞില്ലേ ഇത് കയറുന്നത്, നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ വേറെ അവരുടെ നേപ്പാളിലെ കമ്പനി ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ അപ്ലൈ ചെയ്യണം, അതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ മാതിരി ഈ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ് അവർ ഒരുപാട് ട്രെക്ക് നേപ്പാളിൽ നടത്തുന്നുണ്ട്. ലൈക്ക് ദേ ഡു ലോട്ട് ഓഫ് പീക്സും എവറസ്റ്റ് അല്ലാണ്ട് വേറെയും ചെയ്യുന്നുണ്ട്. സോ അവർ ഈ പയനീർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയായിട്ട് അസോസിയേറ്റഡ് ആണ്. സോ ഞാൻ പിന്നെ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസിന്റെ ഫൗണ്ടർ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ല, ലൈക്ക് ഈസ് മൈ ഫ്രണ്ട് ആൻഡ് മെന്റർ. സോ ഞാൻ ദേ വിൽ മാനേജ് എവറിത്തിങ്. ഞാൻ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസിന്റെ കൂടെ പോയി അവിടെ ചെന്ന് പയനീർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. അങ്ങനെ അതായത് നമ്മൾ ട്രാവൽ ആൻഡ് ടൂർസ് പോലെ തന്നെ ഏജൻസികൾ ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തു തരാനായിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ അതിനുള്ള പേയ്മെന്റ് പൈസയൊക്കെ എന്ന് വെച്ചാൽ നല്ല ഫണ്ട് ആവശ്യമുണ്ട് അല്ലെ? ഇത്രയും ദിവസത്തെ നമ്മുടെ പരിപാടികൾക്കും ഷെയർപ്പയ്ക്ക് കൊടുക്കാനാണെങ്കിലും അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണോ? ഷെയർപ്പയുടെ ബോണസ് ഇൻക്ലൂഡഡ് അല്ല, അത് നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾക്ക് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഷെയർപ്പ വാസ് ഔട്ട്സ്റ്റാൻഡിങ്, ലൈക്ക് എന്റെ ഷെയർപ്പ ഹി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. എല്ലാരും പറയുന്നത് നിനക്കാണ് ഏറ്റവും ബെസ്റ്റ് ആളെ കിട്ടിയത്, അത്ര നല്ല മനുഷ്യനായിരുന്നു. സോ അങ്ങനെ അപ്പൊ എനിക്ക് അത്രയും നല്ല ഒരു ഇത് ആൾ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ തോന്നുമ്പോ എനിക്ക് എത്ര ഇനി കൂടുതൽ എമൗണ്ട് കൊടുക്കാം, അങ്ങനെ ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഇല്ല. പക്ഷെ നമുക്ക് എത്ര ഇഷ്ടമുണ്ട് അത്രയും അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ചിലർ അടി കൂടിയിട്ടൊക്കെ വരും ഷെയർപാസായിട്ട്, അവരൊന്നും കൊടുക്കൊന്നുമില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ടീമില് ലേഡി ആയിട്ട് ശ്രീഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അതോ വേറെ ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, 4 ലേഡീസും 4 ജെന്റ്സും ആയിരുന്നു. അതില് ഒരാളെ 5 പേരെ കയറിയുള്ളൂ, 3 ജെന്റ്സിന് കയറാൻ പറ്റിയില്ല. ലേഡീസ് എല്ലാരും സബ്മിറ്റ് ചെയ്തു. എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? സെയിം. പക്ഷെ ആദ്യം പോയി മോളിലെത്തിയത് ശ്രീഷയായിരുന്നോ? അല്ല, അത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ എന്താ പറയാ, അവിടെ ആദ്യമോ ലാസ്റ്റെന്നോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മുടെ ക്ലൈംബിംഗ് ഗൈഡ്, നമ്മുടെ ക്ലൈംബ് ചെയ്യുന്ന ഗൈഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഡിസൈഡ് ചെയ്യും ആരെന്ന് പോകണമെന്ന്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താ പറയാ, അവിടെയുള്ള ട്രാഫിക്, പിന്നെ
ബേസ് ക്യാമ്പിൽ ടെന്റ് അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ ക്യാമ്പ് 2 ടെന്റ്സ് ഉണ്ടാവണം നമ്മൾ പോയി കഴിഞ്ഞാൽ. ടെന്റ് ഇല്ലെങ്കിൽ അവിടെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അവര് പറയും നമ്മളടുത്ത് ഇന്ന ദിവസം നീ പോ, അങ്ങനെയാ. ഞാൻ വെതർ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അവരും പോയിട്ടുണ്ട് അല്ലെ, ടോപ്പിൽ എത്തിയിട്ടുണ്ട്. 4 ലേഡീസും സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന 4, അതിൽ 3 പേര് ഫോഴ്സിലുള്ളതാ. അതിൽ ഒരു ലേഡി ബ്ലൈൻഡ്, ഫസ്റ്റ് ഇന്ത്യൻ ബ്ലൈൻഡ് വുമൻ ടു ക്ലൈംബ് എവറസ്റ്റ്, ആങ്മോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പുള്ളിയും ആ കുട്ടിയും ഞാനും ഒരു ടെന്റിലായിരുന്നു, ലൈക്ക് ഹോട്ടലിലൊക്കെ ഒരു റൂമിലായിരുന്നു. സോ ഷീ ബിക്കേം വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബ്ലൈൻഡ് വുമൻ ടു ക്ലൈംബ് എവറസ്റ്റ്. പേരെങ്ങനെയായിരുന്നു? 4 പേരും ആങ്മോ. അതൊരു ഹിമാചൽ ലഡാക്കിയാണ്, ഹിമാചലില് സെറ്റിൽ ആയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കേട്ടിട്ട് തന്നെ ശരിക്കും ഒരു സഞ്ചരിച്ച് അതിൽ പോയിട്ട് വന്നൊരു ഫീൽ കിട്ടി കേട്ടോ, ശരിക്കും പറയുന്ന കേട്ടിട്ട്. പിന്നെ മാത്രല്ല ശ്രീഷ ഒരു നർത്തകി കൂടിയാണല്ലേ, ഡാൻസ് ഒക്കെ ചെയ്യുന്നത് പഠിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഏറ്റവും ഇഷ്ടം ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഡാൻസ് ആണോ ജോലി ചെയ്യുന്നതാണോ, എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടനിയറിംഗ് അതാണോ? അങ്ങനെയല്ല, ജോലി പറഞ്ഞ എന്റെ ജോലി എന്നെ ഡിഫൈൻ ചെയ്യില്ലല്ലോ, ഞാൻ ആരാന്ന്. ജോലി നമ്മൾ കാശിന് വേണ്ടി ചെയ്യുന്നത്. അതെ, അല്ല ചിലര് പറയും എനിക്ക് ജോലി അതില് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ശ്രീഷയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ബാലൻസ് ആണ് ഇഷ്ടം. അങ്ങനെ ജോലി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര് കുറ്റായിട്ടല്ല പറയുന്നത്, ബട്ട് ഐ ഫീൽ ലൈക്ക് അവർക്ക് എല്ലാവർക്കും ഒരു ഇൻബിൽഡ് പാഷൻ ഉണ്ടാവും, അവരുടെ ഉള്ള ഒരു കഴിവുണ്ടാവും. പക്ഷെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഐ ഫീൽ ലൈക്ക് യു ആർ നോട്ട് ലിവിങ് അപ് ടു യുവർ ഓൺ എക്സ്പെക്ടേഷൻ. ലൈക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഈ ജോലി നമ്മൾ പഠിക്കുന്നത് എന്താവുന്നു, നമുക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഇതാ. പക്ഷെ ഒരു പാഷൻ, എന്താ പറയാ, ലൈക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡാൻസർ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ. സോ ഐ തിങ്ക് പാഷൻ ഇസ് ഡിഫറെന്റ്, വർക്ക് ഇസ് ഡിഫറെന്റ്. സോ എന്റെ കാര്യത്തിൽ വർക്ക് ഇസ് വർഷിപ്പ്, കാരണം സാലറി തരുന്നത് അതാ. പാഷന് എനിക്ക് സാലറി കിട്ടുന്നില്ല. പക്ഷെ ഡാൻസും മൗണ്ടനിലും ഏതാ ഇമ്പോർട്ടന്റ് വെച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് മൈ ലെഫ്റ്റ് ഐ ആൻഡ് റൈറ്റ് ഐ, രണ്ടും ഇമ്പോർട്ടന്റ് ആവും. ഓക്കെ. അപ്പോ ഇനി അടുത്ത പ്ലാൻ എന്താ? ഇനി ഇപ്പൊ എവിടെ, ഏതൊരു മൗണ്ടൻ കയറണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ളത് എവിടെയാ? എനിക്കിനി 8000 മീറ്റർ പീക്സ് ചെയ്യണമെന്നുണ്ട്. ലൈക്ക് നമ്മൾ മൗണ്ടനെ 6000, 7000, 8000 എന്നാണ് കാറ്റഗറൈസ് ചെയ്യുക. സോ 8000 ഈസ് ദ ഹയസ്റ്റ്. സോ വേൾഡിൽ ടോട്ടലി 14 8000 മീറ്റർ പീക്സ് ഉണ്ട്. അതിൽ ഇന്ത്യൻസിന് 9 കയറാൻ പറ്റുള്ളൂ, ബിക്കോസ് ബാക്കി 5 ഇസ് ഇൻ പാകിസ്ഥാൻ. നമുക്ക് അവിടെ എൻട്രി ഇല്ല, നമുക്ക് അവിടെ ക്ലൈംബിംഗ് പെർമിറ്റ് കിട്ടില്ല ഇന്ത്യൻസിന്. സോ ആ 9 എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഏതാന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്, ഫണ്ട്, ലീവ് ആൻഡ് പിന്നെ എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം പോയ ചക്രാതായ തന്നെ നെക്സ്റ്റ് ടൈം എന്റെ ഷെയർ പേയിട്ട് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ അവൈലബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഐ വാണ്ട് ടു ഡു വൺ മോർ നെക്സ്റ്റ് ഇയർ എന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഏതാന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ വർഷം ഇനി ഒന്നുമില്ല, കാരണം ക്രോസ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ അവർ പറയും ഒരു 6-7 months നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, തണുത്ത സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, കാരണം അത് നന്നായി റിക്കവർ ചെയ്യണം. പക്ഷെ ഐ ഹാവ് മൈ പ്ലാൻസ്, ലൈക്ക് അയൺമാൻ ഒക്കെ എന്റെ മനസ്സിലുണ്ട് പ്ലാൻ. സോ ലെറ്റ്സ് സീ, അതിന്റെ ട്രെയിനിങ് ഇപ്പൊ. ഓക്കെ. അതുപോലെ ഇപ്പൊ എത്ര വയസ്സിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ട്രക്കിംഗ് ആണെങ്കിലും അത് ഈ മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞിട്ട് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് ഈ ഒരു ജേർണി ശ്രീഷ? ട്രെക്കിംഗ് ഒരു 16-17 വയസ്സിൽ തുടങ്ങി. മൗണ്ടനിയറിംഗ് ഐ വുഡ് സേ 26 years old ഒക്കെ അപ്പോഴത്തേക്കും തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നേ. 10 വർഷം മുന്നേ. ഇപ്പൊ ഈ 10 വർഷത്തിന് എനിക്ക് എടുത്തു പറയാവുന്ന നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ആണെങ്കിലും ഏതൊക്കെ മൗണ്ടൻസ് നമുക്ക് പറയാൻ പറ്റും? കുറെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഹിമാചലിലും അങ്ങനെ കുറെ മൗണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ കുറെ കയറിയിട്ടുണ്ടല്ലേ? ഇപ്പൊ മെയിൻ പീക്സ് എന്ന് പറയുകയാണെങ്കിൽ മൗണ്ട് നുൺ ആൻഡ് കുൺ, അത് സിസ്റ്റർ പീക്സ് എന്ന് പറയും, ലേ ലഡാക്കിലാണ്. അത് ബോത്ത് ആർ അബൌവ് 7000 മീറ്റർ. പിന്നെ ഒരുപാട് കയറിയിട്ടുണ്ട്. ലൈക്ക് ലേയിലാണ് എന്റെ മിക്ക ക്ലൈംസും, കാരണം ലേയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ സെക്കൻഡ് ഹോം മാറിയല്ലേ. എനിക്ക് അവിടെയുള്ള അവിടുത്തെ LMGA ക്ലബ് ഉണ്ട്, ലേ മൗണ്ടൻ ക്ലൈംബിംഗ് അസോസിയേഷൻ. അവരുടെ ആ ഒരു ക്ലബിന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് എന്റെ വളരെ നല്ല ഫ്രണ്ടാണ്. സോ പുള്ളിയാണ് എനിക്ക് മുക്കത് അറേഞ്ച് ചെയ്ത് തന്നെ. ഭരത് അല്ലാണ്ട് വേറെ ഞാൻ കയറിയത് ഇവരുടെ കൂടെ. സോ അവിടെ പറയുകയാണെങ്കിൽ മെന്റോ കാങ്ക്രി 1, 2, 3, പിന്നെ UT കാങ്ക്രി, പിന്നെ സ്റ്റോ കാങ്ക്രി, പിന്നെ KY2, സോജോങ്കോ, പിന്നെ സ്പാങ്നാക്രി, കുറെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ മല ഇങ്ങനെ മുകളിൽ എത്തിക്കഴിയുമ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത ഏതെങ്കിലും ഒരു വ്യൂ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് കയറിയിട്ടുള്ള ഒരു മൗണ്ടൻ ഏതാന്ന് പറയാൻ പറ്റുമോ? മുകളിൽ നിന്ന് നോക്കുമ്പോ എല്ലാം ഒരുപോലെ തോന്നുന്നു ആക്ച്വലി, കാരണം ഇങ്ങനെ അത്രേ. പക്ഷെ ആ ഒരു ക്ലൈംബിംഗ് ജേർണി എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് പിൻപാർവതി പറഞ്ഞിട്ടൊരു വാലി ഉണ്ട്. അതൊരു പാസ്സാണ്, ക്ലൈംബ് അല്ല.
പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മൗണ്ടന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനാണ് ആഹാ. പാസ് എന്ന് പറയുന്നത്. സോ ആ ആ. പാസ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തും. പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയിട്ട് തിരിച്ചു വരും. പക്ഷെ ഉം. പാസിൽ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവുക ചെയ്യുക. ഓ, ആഹാ. സോ ഈ പിൻപാർവതി എന്ന് പറഞ്ഞിട്ടൊരു പാസ് ഉണ്ട്. എനിക്കത് ഏറ്റവും ബ്യൂട്ടിഫുൾ, ലൈക്ക് എവറി ഡേ വാസ് സോ ബ്യൂട്ടിഫുൾ. ഫുൾ ചെടികൾ, ലൈക്ക് ഫ്ലോറ, ഫോണ, പിന്നെ വൈൽഡ് ഹോഴ്സസ്. നമ്മൾ ഈ എന്താ പറയാ സീനറി ഇങ്ങനെ കാണില്ലേ ഫോട്ടോയിലൊക്കെ, അതുപോലത്തെ ഒരു വാലി ആണത്. ടിൽ സമ്മിറ്റ് വരയ്ക്കും ഐ തിങ്ക് ഒരു ദിവസം കൂടി വാസ് നോട്ട് ദയർ വേർ ഇറ്റ് വാസ് നോട്ട് ബ്യൂട്ടിഫുൾ. അത്ര ഭംഗിയാണ് ആ സ്ഥലം. അത് എവിടെയായിട്ടാ? ഏത് സ്റ്റേറ്റിലായിരുന്നു? ഹിമാചൽ. ഹിമാചലിൽ തന്നെയാണ് അല്ലേ? ആ. ഓക്കെ. അതൊരു നല്ലൊരു പാസ്സാ, ലൈക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഐ തിങ്ക് 110 കിലോമീറ്റർ സംതിങ് മൊത്തത്തിൽ. നമ്മളിങ്ങനെ നല്ല ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രെയിനസ്, കാരണം കുറെ നടക്കാണ്ട് ഒരു ദിവസം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അത്. ഞാൻ വളരെ പണ്ട് ചെയ്തൊരു പാസ്സാ, വളരെ വളരെ ലോങ് ബാക്ക് ചെയ്ത. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബ്യൂട്ടിഫുൾ ഏതാന്ന് വെച്ചാൽ അതാ. അതിന്റെ അത്ര ഭംഗി എനിക്ക് ഒരു പാസും ഒന്നും തോന്നിയിട്ടില്ല. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. ഇതില് നേരത്തെ പറഞ്ഞ ശ്രീഷയ്ക്ക് ഇതൊരു പാഷനാണ്. അപ്പൊ ഇങ്ങനെ പാഷൻ ഉള്ള ചില കുട്ടികളുണ്ട്. പക്ഷെ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. പക്ഷേ ട്രക്കിങ്ങിൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ താല്പര്യം ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ വലിയ ലേഡീസ് ആണെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരുണ്ടായിരിക്കും, മനസ്സിൽ മാത്രം ഒതുക്കി നിൽക്കുന്നത്. അങ്ങനെയുള്ളവരോടൊക്കെ എന്താണ് സ്വന്തം ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് നിന്നും ഇപ്പൊ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ലൈക്ക് വാട്ട് ഐ ഫീൽ ഇസ് ഇന്ത്യയിൽ എസ്പെഷ്യലി വിമൻ അവരുടെ ടൈം വളരെ സെൽഫ്ലെസ് ആയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും കേൾക്കും ഈ അമ്മ സാക്രിഫൈസ് ചെയ്തു എനിക്ക് വേണ്ടി, അമ്മ നമ്മുടെ കരിയർ സാക്രിഫൈസ് ചെയ്തു. സോ ഐ തിങ്ക് നമ്മൾ എല്ലാവരും ഏബിൾഡ് ആണ്. ലൈക്ക് പണ്ടൊക്കെ ഓക്കെ വിമൻ അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലേഡീസ് ചെയ്യുന്ന കാര്യം, ഇപ്പൊ എവറസ്റ്റ് കയറുകയാണെങ്കിലും എഡ്മണ്ടൺ ഹിലറി കയറി കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ലേഡി ബചേന്ദ്രി പാൽ കയറിയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ നിന്ന് ഇപ്പൊ കയറിയത്. സോ അത്രയും ഡിഫറൻസ് വരണമെങ്കിൽ ബിക്കോസ് നമുക്ക് അത്ര ഒരു റീച്ചും നോളജും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ, ലൈക്ക് ഇൻ ദിസ് ജനറേഷൻ വേർ വി സ്റ്റാൻഡ് കറന്റ്ലി, വിമൻ അവർക്കറിയാം വാട്ട് ദേ വാണ്ട് ടു എസ്പയർ ഇൻ ലൈഫ്, അച്ചീവ് ഇൻ ലൈഫ്. ആൻഡ് ദേ ആർ സ്ട്രോങ് ഇനഫ്. ഇപ്പം പണ്ടത്തെ മാതിരി പണ്ടത്തെ പെണ്ണുങ്ങൾ അത്ര ഒപ്പീനിയനേറ്റഡ് ആയിരുന്നില്ല, പുറത്ത് പറയാൻ കുറച്ച് പേര്. പക്ഷെ ഇപ്പോഴത്തെ വിമൻ ആർ ക്വൈറ്റ് ഒപ്പീനിയനേറ്റഡ്. ലൈക്ക് അവർക്ക് അവരുടെ വ്യൂ എക്സ്പ്രസ് ചെയ്യാം. ഐ തിങ്ക് ദേ ആർ വെരി സ്ട്രോങ് ഇനഫ്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല കറേജിയസ് ആണ്, സ്ട്രോങ് ആണ്. സോ ബട്ട് എന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന പെൺകുട്ടികളുണ്ട്, ലൈക്ക് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഫീൽ മേ ബി വർക്കിംഗ് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ദാറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് തിങ്, കമ്പനി ഡിമാൻഡും അതൊക്കെ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പാഷൻ, സേ ടൈലറിംഗ്, ലൈക്ക് സംബഡി ഈസ് വെരി ഗുഡ് ഇൻ എംബ്രോയിഡറി, ഓർ സംബഡി ഈസ് വെരി ഗുഡ് ഇൻ ഡിസൈനിങ് ക്ലോത്ത്സ് ഓർ റൈറ്റിംഗ് ഓർ എന്തെങ്കിലും അങ്ങനത്തെ. ഐ ഫീൽ കുടുംബത്തിലത്തെ ആൾക്കാരും, ലൈക്ക് ഹസ്ബൻഡും കുട്ടികളും ഒരു 45 മിനിറ്റ്സിനിടെ സ്പെയർ ചെയ്താൽ മതി. ഷീ ഹാസ് ടു ജസ്റ്റ് സ്പെയർ 45 മിനിറ്റ്സിനിടെ. കാരണം ഇപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും കാര്യം നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഹസ്ബൻഡ് ക്യാൻ ഹാൻഡിൽ ഫോർ സം ടൈം. അപ്പോൾ ഈ വുമണ് ഇഫ് ഇറ്റ് ഇസ് ഫിറ്റ്നസ്, ജിമ്മിൽ പോയിട്ട് വരാനുള്ള ഒരു ടൈം. ആൻഡ് കുട്ടികളാണെങ്കിലും എല്ലാത്തിനും നമ്മുടെ മേലെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചൊക്കെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക. ലൈക്ക് ഇപ്പം എൻ്റെ മോൻ, അവന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ദോശ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാൻ ഇഷ്ടം. സോ അത് അവൻ ഉണ്ടാക്കാൻ അറിയാൻ തന്നെ. ചിലപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു 5:30-6 മണിയാവും. ആ സമയത്തായിരിക്കും ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. എൻ്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അവൻ തന്നെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് ദോശ. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഐ ഹാവ് ബിക്കോസ് അവൻ ചെയ്യുന്നത് കാരണം. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ലൈക്ക് വലിയ കാര്യമല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം എനിക്ക് അയ്യോ അവൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തിട്ട് എനിക്ക് പോരാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ട്രെയിനർ ചിലപ്പോൾ അവൈലബിൾ ആയി വരില്ല. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇറ്റ് മേക്സ് എ വെരി ബിഗ് ഡിഫറൻസ് ഇൻ ദ എൻഡ്. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഐ തിങ്ക് ഫാമിലി ഷുഡ് ഓൾസോ അഡ്ജസ്റ്റ്. ഓർ ഫാമിലി അഡ്ജസ്റ്റ് ആവണമെന്നെങ്കിൽ ഒരു വുമൺ ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർസെൽഫ്. ബിക്കോസ് അൺലെസ് യു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്, ആരും മനസ്സിലാക്കാൻ പോകില്ല വാട്ട് യു റിയലി നീഡ്. നമ്മൾ മനസ്സിൻ്റെ ഉള്ളത് പറഞ്ഞാലേ നമ്മുടെ ഫാമിലിക്ക് അതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് അവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ ഒരു ചെറിയൊരു കോൺവെർസേഷൻ വേണ്ടി. മേ ബി ഇറ്റ്സ് നോട്ട് വെരി ഈസി, ബട്ട് എവൻച്വലി ഐ ഫീൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ വൈഫും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഹസ്ബൻഡ്സ് ആണെങ്കിൽ. സോ ഐ ഫീൽ അതാണ് ഒരു ചേഞ്ച് വരുത്തേണ്ടത്. ദാറ്റ് ഫാമിലി കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവണം. ലൈക്ക് ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാത്തിനും അമ്മയുടെയും ഭാര്യയുടെയും മേലെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പൊ അമ്മമാരിപ്പോ പറയുകയാണെങ്കിലും ഞാനും പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ അമ്മമാരുടെ തലയിൽ കൊണ്ടുപോയിട്ട് സഹനത്തിന്റെ പ്രതീകം അമ്മയാണ് സഹനം. പക്ഷെ അവരും ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു, അവരും ഇതുപോലെ കളിച്ച് വളർന്ന് ഒത്തിരി സ്വപ്നങ്ങളായിട്ട് വന്നിട്ടാണ് ഈ ഒരു ഭാരം തലയിൽ വെച്ചിട്ട് അമ്മയല്ലേ അമ്മ സഹിച്ചോളൂ, അമ്മയല്ലേ അമ്മ പട്ടിണി ഇരുന്നുള്ളൂ. പണ്ടത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും അമ്മയല്ലേ, അമ്മ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു സാധനം. അത് ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മാറ്റം വരേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് പിന്നെയും കുറെ പുറകോട്ട് നിൽക്കുന്നവർക്കൊക്കെ ഓക്കെ, ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കറക്റ്റ്. കോൺഫിഡൻസ് കിട്ടാൻ പറ്റും. കുറെ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലും മാറാനുണ്ട് ശരിക്കും പറഞ്ഞാല്. അല്ലെ, ഇപ്പം ശ്രീഷയുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നോക്കുവാണെങ്കിലും ഒത്തിരി ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അത് പലപ്പോഴും മാറുന്നത്. ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്നെ കാണുമ്പോ അവര് പറയും, ലൈക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി നോർത്ത് നിന്നാണ്. സോ പുള്ളിക്കാരത്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുർത്ത ഇട്ടിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ആകുമ്പോ ഷീ ചേഞ്ചസ് ദി ഡ്രസ്. ഇറ്റ് ഹാപ്പൻസ് ഈവൻ നൗ. സോ പിന്നെ വേറൊരു ഫ്രണ്ട്, അവള് കുറച്ച് തടിയുണ്ട്. അപ്പൊ അവൾക്ക് തടി കുറയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇൻലോസ് ജഡ്ജ്മെന്റൽ ആവും എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു 30 മിനിറ്റ്സ് കൂടി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻലോസ് ഇങ്ങനെ ഒരുമാതിരി നോക്കലും, ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഇത്. സോ അവൾക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, നീ എന്തിനാ അരമണിക്കൂർ നീ ചെയ്യും, നിനക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ഡോർ അടിച്ചിരുന്ന് ചെയ്യും, അപ്പൊ നിന്റെ തടി പോവും. പക്ഷെ അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് അവൾക്ക് ഒരുപാടുണ്ട്. സോ ഇറ്റ് സ്റ്റിൽ ഹാപ്പൻസ്. അവളും എന്റെ മാതിരി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നോക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. വേറെ അടുത്തൊരു അമ്മയായി മാറുകയാണ് ഭാര്യ. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ മാറേണ്ടതായിട്ട് ശ്രീഷയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അയ്യോ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു സ്ത്രീകളുടെ കേസിലാണെങ്കിലും സൊസൈറ്റിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് തന്നെ പോവാം. എന്തൊരു കാര്യത്തിലാണ് ഇപ്പൊ ഒരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞ മാതിരി ഒരു ഫെമിനിസം ആയിട്ട് പറയല്ല, പക്ഷെ കാരണം ഫെമിനിസം ഇപ്പൊ വളരെ തെറ്റായ രീതിയിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഇഫ് യു റിയലി ലുക്ക് അറ്റ് മോഡേൺ ഫെമിനിസം, അത് ടൈം സ്റ്റാർട്ട് ചെയ്തോട്ട്, ലൈക്ക് വിർജീനിയ വുൾഫാണ് അതിന്റെ ഫസ്റ്റ് മോഡേൺ ഫെമിനിസ്റ്റ് വരെ. അവരുടെ ആ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റും എത്രയ്ക്ക് ഒരു ഇമ്പാക്ട്ഫുൾ ആണ്. ഇപ്പൊ കാണുന്ന സർക്കസ് അല്ല ഫെമിനിസം. സോ അവിടുന്ന് 1924 സംതിങ് അവിടുന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ, ഇവിടേക്ക് എത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എവറസ്റ്റ് കയറുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആണിന്റെ ഒപ്പം ഒരു സെയിം ഫീൽഡിൽ നിൽക്കുക. ഇപ്പൊ മൗണ്ടനിയറിംഗ് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ജെൻഡർ ബയസ് ഇല്ല. സെയിം മൗണ്ടൻ കയറുന്നു, സെയിം വെതർ ഫേസ് ചെയ്യുന്നു, അവിടെ ആണ് പെണ്ണെന്നുള്ള ഒരു ഡിഫറൻസേ ഇല്ല. ദർ ഇസ് നോ ജെൻഡർ ഓൺ മൗണ്ടൻസ്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കണമെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അതിന്റെ പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ദർ വർ ലോട്ട് ഓഫ് ചേഞ്ച് മേക്കേഴ്സ്. അപ്പൊ അവരുള്ളത് കാരണമാണ് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചേഞ്ച് മേക്കേഴ്സിനെ കണ്ടിട്ടാണ് എനിക്ക് ഇൻസ്പയർ ആയത്. അല്ലാണ്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് തോന്നും, അപ്പോഴാണ് നമുക്ക് ഈ തോട്ട് ഉണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇത് പറയുമ്പോൾ പല പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഇസ് സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവർ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ ഉണ്ടാക്കി ജീവിക്കുന്ന മാതിരി ഒരു ഫീൽ എനിക്ക് കാണുന്നുണ്ട്. ഏത് സോഷ്യൽ മീഡിയ റീൽ, മിക്ക ഇൻഫ്ലുവൻസേഴ്സിന്റെ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ എന്താ പറയുക, ഓരോ ദിവസം ഓരോ ഡ്രസ് ഇട്ട് നന്നായി, അപ്പം നല്ല കാണാൻ ഭംഗിയായിട്ട് അവരുടെ കയ്യിന്റെ ഫോട്ടോ, കാലിന്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കി. സോ എല്ലാം ഞാൻ ഭംഗിയുണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആ ഒരു വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റീൽസ്. ശരിയാണ്, നമ്മള് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവർ നമ്മളെ കാണാൻ ഭംഗിയുണ്ടെന്നോ യു ലുക്ക് നൈസ് എന്നൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം. ആ ഒരു വാലിഡിറ്റി ഈവൻ ജെൻസിന് വേണം. പക്ഷെ അതിനു വേണ്ടി മാത്രമായിട്ട് ലൈക്ക് ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് വേറെ എന്താ പറയാ കഴിവുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലൈക്ക് എവ്രി വൺ നോസ്, എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടാവും. പക്ഷെ ഇപ്പൊ ഐ സീ ദാറ്റ് ഈ പെൺകുട്ടികൾക്ക് ഇതിൽ മാത്രമേ ഫോക്കസ് ഉള്ളൂ. എന്താ പറയാ, അതിലൊരു 100 കമന്റ്സ് ഉണ്ടാവും, യു ലുക്ക് പ്രിറ്റി, യു ലുക്ക് ഹോട്ട്, അങ്ങനെ കുറെ സ്മൈലീസ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഇടുന്ന കമന്റ്സ് വേറൊരു പെണ്ണിന്റെ റീലിൽ പോയിട്ടും ഈ ആൺകുട്ടികൾ കമന്റ് ഇടുന്നുണ്ടാവും, സെയിം കമന്റ്സ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ ബിക്കമിങ് സംതിങ് സ്പെഷ്യൽ ഇൻ ദ സൊസൈറ്റി. ഒരു എന്താ പറയാ, സെയിം തിങ് ആണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന കാര്യം വേറൊരു പെൺകുട്ടിയും ചെയ്യുന്നു. സോ ഇഫ് യു ആർ തിങ്കിങ് യു ആർ ബീങ് സ്പെഷ്യൽ ഓർ യു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ കമ്മ്യൂണിറ്റി ബിക്കോസ് സമ്മൺ പോസ്റ്റഡ്, നോ. നിങ്ങളുടെ മാതിരി 1000 പെൺകുട്ടികൾ അപ്പുറത്ത് അതേ കാര്യം ചെയ്ത് അതേ കമന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കി തുറന്ന് നമുക്ക് അതേ കാണാൻ കിട്ടുള്ളൂ. അതിന്റെ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. കാരണം ഞാൻ വേറൊരു ഇതും കണ്ടു, ഒരു ഫേമസ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ഒരാണ്. അപ്പൊ പുള്ളി ഭയങ്കര ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്. അപ്പൊ പുള്ളി നല്ല റൂട്ടീനൊക്കെ വരും, ലൈക്ക് എത്ര മണിക്ക് എണീച്ച് ഫേസ് മറ്റേ ഐസ് ക്യൂബ്സ് കൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നതും ഫേഷ്യൽ തെറപ്പി ഓൾ ദോസ് തിങ്സ് ഹി ഡസ്. ആൻഡ് സൈമൾട്ടേനിയസ്ലി ഞാൻ അതിന്റെ വീഡിയോയിൽ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു സിഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വുമൺ ഹിസ് ഗിവിങ് ഹിം ഐസ് ടവൽ കൊടുക്കുന്നു. സോ നമ്മൾ അവിടുന്നാണ് ഇവിടേക്ക് എത്തിയത്. സോ അങ്ങനെ ഒരു കാര്യം അതിലിടണമെങ്കിൽ ആൻഡ് ദർ ആർ വിമൻ സപ്പോർട്ടിങ് ദാറ്റ്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നിന്നെ കാണാൻ ഭംഗിയുണ്ട്, നിന്നെ കാണാൻ ഇതുണ്ടെന്ന് മാത്രം ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് നിർത്തണം. കാരണം നമ്മൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭംഗിയുണ്ടെന്ന് ഒരു 10 പേര് പറഞ്ഞ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല.
അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം 10 പേര് പറഞ്ഞാലല്ലല്ലോ നമ്മളുടെ ഭംഗി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമുക്കായിട്ട് അറിയണ്ടേ, നമുക്കൊരു കോൺഫിഡൻസ് വേണം. സോ മറ്റുള്ളവർ പറഞ്ഞിട്ട് അത് ഇങ്ങനെ അറിഞ്ഞിട്ട് എന്താ പറയാ, നമ്മുടെ ജസ്റ്റ് ഡോണ്ട് മേക്ക് യുവർ സെൽഫ് ഓൾ അബൌട്ട് ട്രൈങ് ടു ബി പ്രിറ്റി ഓർ അതേഴ്സ് കമന്റിങ് ദാറ്റ് യു ആർ ബ്യൂട്ടിഫുൾ. അതിന്റെ ആവശ്യമില്ല. യെസ്, വൺസ് ഇൻ എ വൈലൊക്കെ നല്ലതാണ്, ഒരു നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് മാതിരിയാണ്. പക്ഷെ നോട്ട് ലൈക്ക് എവറി ഡേ യു ജസ്റ്റ് പോസ്റ്റ് അബൌട്ട് ദിസ്. ആൻഡ് കാരണം ഒരു വളരെ എന്താ പറയാ, അപ്പൊ ഐ ഫീൽ ലൈക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ തന്നെയാണ് ഇപ്പോഴത്തെ ലൈക്ക് ലേഡീസിനെ ഒരു വീക്ക് ആയിട്ട് കാണിക്കുന്നത്. കാരണം ഇപ്പൊ അവര് നല്ല സ്ട്രോങ് ആയിട്ട് ലൈക്ക് ഐ ഹാവ് ദിസ് പാഷൻ, ഇതിനു വേണ്ടി ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഞാൻ അങ്ങനെയൊക്കെ സ്പെഷ്യലാണ് ചെയ്യാണെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം അല്ലെ? കറക്റ്റ്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എവറി വൺ ടു ഓക്കെ ദാറ്റ്. പക്ഷെ ഡോണ്ട് ലിമിറ്റ്, എസ്പെഷ്യലി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ആൾക്കാർ ഇത് ചെയ്തിട്ട് മറ്റുള്ളവരെയും ഇൻഫ്ലുവൻസ് ചെയ്യണം, മറ്റേ പെൺകുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. നോട്ട് ഡൂയിങ് എനിത്തിങ് ഗുഡ് ടു ദ സൊസൈറ്റി. ഓൾ ദേ ഡു ഇസ് ജസ്റ്റ് ട്രൈങ് ടു മേക്ക് ദിസ് യങ്ങർ ജനറേഷൻ ഫോളോ ദം. ലൈക്ക് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യൂ, അങ്ങനത്തെ ഒരു മെസ്സേജ് അല്ലേ ഇൻഡയറക്ട്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. ബിക്കോസ് അതർവൈസ് സോഷ്യൽ മീഡിയ ഒരു യൂസും ഇല്ല. നോ യൂസ് ഹാവിങ് സോഷ്യൽ മീഡിയ. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ശരിക്കും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇപ്പൊ എല്ലാവരുടെയും ഒരു പോക്ക് അങ്ങോട്ടേക്ക് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലാണല്ലോ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും അവിടെ തന്നെ ഫോട്ടോ എടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് റീല് റെഡിയാക്കുന്നു. അതിലെന്നാലും എന്തെങ്കിലും സൊസൈറ്റിക്കുള്ള ഉപകാരമുള്ള കാര്യങ്ങൾ വരുന്നില്ല. അത് വളരെ ഇതായിട്ടാണ്. പ്രത്യേകിച്ചും പലതരത്തിലുള്ള ലൈഫ് കണ്ട വ്യക്തി കൂടിയാണ് ശ്രീഷ എന്ന് പറയുമ്പോൾ. പലതരത്തിലുള്ള സ്ട്രഗിൾസ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പീക്കിൽ എത്തുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് വിലപിടിക്കുന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്രയും നേരം സമയം കിട്ടുന്ന വിചാരിച്ചതല്ല അല്ലെ? എന്തായാലും ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അയ്യോ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ആരൊക്കെ ഉണ്ട്? ഫാമിലിയിൽ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ കൂടുതൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നതല്ല. എന്നാലും നമ്മുടെ ഇപ്പൊ ഇന്റർവ്യൂ കേൾക്കുന്നവർക്ക് വിചാരിക്കില്ലേ ആ ഫാമിലി എന്ന് പറഞ്ഞത്. നാട്ടിലെവിടെയാണ് ശ്രീഷ? നാട്ടില് പാലക്കാട്, കൊളപ്പുള്ളി എന്ന് പറയും, ഒറ്റപ്പാലത്തിന്റെ അടുത്തായിട്ട്. പഠിച്ചത് ഞാൻ നാട്ടിലൊരു 2 വർഷമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെയൊക്കെ പഠിച്ചത് കൊച്ചിയിലാണ്. 12th വரைക്കും കൊച്ചിയിൽ, പിന്നെ ബാംഗ്ലൂർക്ക് വന്നു. അപ്പോൾ വീട്ടില് അച്ഛൻ 2020 മരിച്ചു. അച്ഛൻ കൊച്ചിൻ റിഫൈനറീസിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നത്. അമ്മ ടീച്ചറായിരുന്നു. അമ്മ പിന്നെ ജോലി വിട്ടു, പറഞ്ഞ പോലെ സാക്രിഫൈസ്, അനിയത്തിയെ പഠിപ്പിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാ, ഹസ്ബൻഡ് ജയറാം നായർ. അപ്പൊ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. എൻ്റെ വീട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ പുള്ളി US ഓപ്റ്റം എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മോന്റെ പേര് നിരഞ്ജൻ. അവൻ ഇപ്പോൾ 7th പഠിക്കണു. അവനും ഒരു ചെറിയൊരു അത്ലീറ്റ് ആണ്. ടൈക്വോണ്ടോ, ഫുട്ബോൾ. കഴിഞ്ഞ വർഷം മറ്റേ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡലൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരാളാണ്. അപ്പം പക്ഷെ ഇപ്പൊ കുറച്ച് മടി പിടിച്ചിരിക്കുക. സോ അവനെ ഒന്ന് പുഷ് ചെയ്യാൻ സമയമായി. അത്രേ ഉള്ളൂ, ചെറിയ ഫാമിലി. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും കുറെ ഉയരങ്ങളൊക്കെ കീഴടക്കി വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഒത്തിരി കാഴ്ചപ്പാടൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് മനസ്സിലായി. അപ്പൊ ആ രീതിയിലും സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് വിമൺ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.